നമസ്കാരം. നാളെ നടക്കാൻ പോകുന്ന സിവിൽ പോലീസ് ഓഫീസറിന്റെ സ്പെഷ്യൽ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട കുറച്ച് പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് ആണ് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതായത് ക്വസ്റ്റ്യൻസും അതുമായി ബന്ധപ്പെട്ട അനുബന്ധ വിവരങ്ങളാണ് നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നാളത്തെ പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് 100% ഉപകാരപ്പെടുന്ന ക്വസ്റ്റ്യൻസ് തന്നെയായിരിക്കും. അപ്പോൾ നമുക്ക് വേഗം ഒന്നാമത്തെ ക്വസ്റ്റ്യനിലോട്ട് പോകാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ പറയുന്നത് വിവരാവകാശ നിയമം നിലവിൽ വന്നതെന്ന്. ഓക്കെ, അപ്പോൾ വിവരാവകാശ നിയമവുമായി ബന്ധപ്പെട്ട 2 മാർക്കിനാണ് നമ്മുടെ എക്സാമിന് ചോദിക്കുക. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കൂ. വിവരാവകാശ നിയമം നിലവിൽ വന്നത് എന്നാണ്? 2005 ഒക്ടോബർ 12 അല്ലേ? 2005 ഒക്ടോബർ 12 നിലവിൽ വന്നത്. എന്നാൽ ഈ ഒരു വിവരാവകാശ നിയമം എന്നാണ് രാഷ്ട്രപതി സൈൻ ചെയ്യുന്നത്? എന്നാണ് പ്രസിഡന്റ് ഒപ്പുവെക്കുന്നത്? അത് 2005 ജൂൺ 15 അല്ലേ? ജൂൺ 15. ഓക്കെ, ഇവിടെ ഫസ്റ്റ് ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അത് ജൂൺ 15 എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രസിഡന്റ് ഒപ്പുവെക്കുന്ന ഡേറ്റ് ആണ്. നിലവിൽ വന്നത് എന്ന് ചോദിച്ചാൽ എന്താണ്? 2005 ഒക്ടോബർ 12 മാറിപ്പോകരുത്. വിവരാവകാശ നിയമം നിലവിൽ വന്നത് ഒക്ടോബർ 12, 2005. പ്രസിഡന്റ് സൈൻ ചെയ്തത് ജൂൺ 15. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് താഴെ കൊടുത്തിരിക്കുന്നവയിൽ വിവരാവകാശ നിയമത്തിൽ വിവരമായി ഉൾപ്പെടുന്നവ ഏതെല്ലാം എന്നാണ്. നോക്കാം ഓപ്ഷനുകൾ. ഒന്നാമത്തേത് മെമ്മോകൾ പറയുന്നുണ്ട് അല്ലെ? അതുപോലെ തന്നെ പത്രപ്രസ്താവനകൾ, ഉപദേശങ്ങൾ. അപ്പൊ ഇതെല്ലാം എന്താണ്? വിവരമായിട്ട് പറയാവുന്നതാണ് അല്ലെ? അപ്പൊ മുകളിൽ പറഞ്ഞവയെല്ലാം എന്താണ്? വിവരാവകാശ നിയമത്തിൽ വിവരമായിട്ട് വരുന്നതാണ്. നമുക്കറിയാം അല്ലെ, സെക്ഷൻ 2F. ഓക്കെ, ഏതായിരുന്നു സെക്ഷൻ? സെക്ഷൻ 2F എന്തിനെ കുറിച്ച് പറയുന്നത്? വിവരം അല്ലെ? വിവരാവകാശ നിയമത്തിലെ വിവരം എന്താണെന്ന് പറയുന്ന സെക്ഷൻ ആണ് ഇത്, സെക്ഷൻ 2F എന്ന് പറയുന്നത്. അവിടെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ കുറച്ച് കാര്യങ്ങൾ. അതായത് വിവരവുമായി ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങളാണ്. എന്തൊക്കെയാണ് ഈ ഒരു വിവരത്തിന്റെ കാറ്റഗറിയിൽ ഉൾപ്പെടുന്നത്? എന്തൊക്കെയായിരുന്നു? രേഖകൾ വരും അല്ലെ? രേഖകൾ വരും. അതുപോലെ തന്നെ പ്രമാണങ്ങൾ. ഓക്കെ, അപ്പൊ രേഖകൾ വരും, അതുപോലെ തന്നെ പ്രമാണങ്ങൾ വരും, അതുപോലെ തന്നെ ഈ പറഞ്ഞ മെമ്മോകൾ വരും, ഇമെയിലുകൾ വരും. അതുപോലെ തന്നെ ആരുടെയെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ അഭിപ്രായവും എന്താണ്? ഒരു വിവരമായിട്ട്, അല്ലെങ്കിൽ നമുക്ക് RTI വെച്ച് കിട്ടാവുന്ന ഒരു കാര്യമാണ്. അപ്പൊ അഭിപ്രായവും എന്താണ്? ഒരു വിവരമാണ്. അതുപോലെ തന്നെ ഉപദേശങ്ങൾ. ഓക്കെ, നമുക്ക് ചിലപ്പോൾ കൺഫ്യൂഷൻ തോന്നും. അഭിപ്രായം അതൊക്കെ ഒരു വിവരമായിട്ട് RTI വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുമെന്ന് സംശയം തോന്നുന്നില്ലേ? അപ്പൊ അഭിപ്രായമായാലും ഉപദേശമായാലും ഒക്കെ എന്താണ്? ഈ ഒരു വിവരം എന്നൊരു കാറ്റഗറിയിൽ വരുന്നതാണ്. അതുപോലെ തന്നെ എന്തെങ്കിലും ഉത്തരവുകള്, പത്രപ്രസ്താവനകള്, അതുപോലെ തന്നെ ഉപദേശങ്ങള്, അതുപോലെ തന്നെ ഇലക്ട്രോണിക് രൂപത്തിൽ നമ്മൾ എന്തെങ്കിലും റെക്കോർഡ് ചെയ്തിട്ടുള്ള കാര്യം ഉണ്ടെങ്കിൽ ആ കാര്യമൊക്കെ എന്താണ്? വിവരവുമായി ബന്ധപ്പെട്ടിട്ട് വരുന്നതാണ്. അപ്പൊ ആ ഒരു കാര്യം ഓർത്ത് വെച്ചേക്കണം, വിവരമായിട്ട് പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന്. അപ്പൊ ഇവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ മുകളിൽ പറഞ്ഞവയൊക്കെ എന്താണ്? വിവരമായിട്ട് ഉൾപ്പെടുന്നതാണ് അല്ലെ? സെക്ഷൻ 2F എന്തിനെ കുറിച്ച് പറയുന്നത്? വിവരം, അതായത് വിവരാവകാശ നിയമത്തിൽ വിവരം എന്നതിനെ കുറിച്ച് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. വിവരാവകാശ നിയമത്തിൽ വിവരം വെളിപ്പെടുത്തലിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടവയെ കുറിച്ച് പറയുന്ന വകുപ്പ് ഏത്? വളരെ പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ് അല്ലെ? അതായത് വിവരാവകാശ നിയമത്തിൽ നിന്ന് ചില വിവരങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്? എക്സംപ്റ്റ് ചെയ്തിട്ടുണ്ട് അല്ലെ? അതായത് ആ വിവരം എന്ത് ചെയ്യാൻ പറ്റില്ല? വെളിപ്പെടുത്താനായിട്ട് പറ്റില്ല. അപ്പൊ അതിനെ കുറിച്ച് പറയുന്ന സെക്ഷൻ ചോദിച്ചാൽ ഏതാണ്? സെക്ഷൻ 8 ആണ് അല്ലെ? സെക്ഷൻ 8 എന്തിനെ കുറിച്ച് പറയുന്നത്? വിവരാവകാശ നിയമത്തില് വിവരം വെളിപ്പെടുത്തലിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടവ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഏത് സെക്ഷന്? സെക്ഷൻ 8 ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. താഴെ കൊടുത്തിരിക്കുന്നവയില് വിവരാവകാശ നിയമത്തിൽ വിവരം വെളിപ്പെടുത്തൽ നിന്ന് ഒഴിവാക്കപ്പെടാത്തവ ഏതെല്ലാം എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ നമ്മൾ പറഞ്ഞു അല്ലെ, സെക്ഷൻ 8 പ്രകാരം, സെക്ഷൻ 8 പ്രകാരം ചില വിവരങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്? ആ ഒരു വിവരങ്ങൾ ഇങ്ങോട്ടേക്കില്ലേ നമുക്ക് ഒരു RTI വെച്ച് കഴിഞ്ഞാൽ ആ വിവരം എന്ത് ചെയ്യുന്നില്ല? അവര് വെളിപ്പെടുത്തില്ല. അപ്പൊ അതിനെക്കുറിച്ച് പറയുന്ന സെക്ഷൻ ആണ് സെക്ഷൻ 8 എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ തന്നിട്ടുള്ള ഈ ക്വസ്റ്റ്യനില് ഏതൊക്കെയാണ് വിവരാവകാശ നിയമത്തിൽ നിന്ന് വെളിപ്പെടുത്തൽ നിന്ന് ഒഴിവാക്കപ്പെടാത്തവ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഇവിടെ കൊടുത്തിട്ടുള്ളതിൽ അതായത് വെളിപ്പെടുത്താൻ പറ്റുന്ന കാര്യങ്ങളാണ് ഇവിടെ ചോദ്യമായിട്ട് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഓരോന്ന് നോക്കാം. രാജ്യത്തിന്റെ സുരക്ഷയെ ബാധിക്കുന്ന വിവരങ്ങൾ, ഇത് എന്ത് ചെയ്യുന്നില്ല? വെളിപ്പെടുത്തില്ല അല്ലെ? അപ്പോൾ ഈ ഒരു കാര്യം, അതായത് രാഷ്ട്രത്തിന്റെ സുരക്ഷ അല്ലെങ്കിൽ അഖണ്ഡത അതുമായി ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നില്ല? അങ്ങനെയുള്ള വിവരങ്ങളൊന്നും വെളിപ്പെടുത്തില്ല. അതുപോലെ തന്നെ വിദേശ സർക്കാരിൽ നിന്ന് ലഭിച്ച രഹസ്യ വിവരങ്ങൾ. ഓക്കെ, ഇവിടെ നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും രഹസ്യ വിവരങ്ങളാണ്. ഈ രഹസ്യ വിവരങ്ങളും എന്ത് ചെയ്യുന്നില്ല? വെളിപ്പെടുത്താനായിട്ട് പറ്റില്ല. അപ്പൊ രാജ്യത്തിന്റെ സുരക്ഷയെ ബാധിക്കുന്ന വിവരങ്ങൾ, അതുപോലെ തന്നെ വിദേശ സർക്കാരിൽ നിന്ന് ലഭിച്ച രഹസ്യ വിവരങ്ങൾ, അതുപോലെ തന്നെ മന്ത്രിസഭയുടെ ക്യാബിനറ്റ് രേഖകൾ വളരെ പ്രധാനപ്പെട്ടതാണ്. മന്ത്രിസഭയുടെയും സെക്രട്ടറിമാരുടെയും മറ്റ് ഉദ്യോഗസ്ഥന്മാരുടെയും ഒക്കെ
ക്യാബിനറ്റ് രേഖകൾ, അതായത് അവരുടെ പകർപ്പുകളുടെ രേഖകൾ ഉൾപ്പെടെയുള്ള ക്യാബിനറ്റ് രേഖകളൊന്നും എന്ത് ചെയ്യുന്നില്ല, വെളിപ്പെടുത്താനായിട്ട് പറ്റില്ല. അടുത്ത് നോക്കാം, മന്ത്രിസഭയിൽ എടുത്ത തീരുമാനങ്ങൾ. ഓക്കെ, ഇത് എന്ത് ചെയ്യാൻ പറ്റും, ഇത് വെളിപ്പെടുത്താൻ പറ്റും. അതായത് മന്ത്രിസഭയിൽ എടുത്ത അതായത് തീരുമാനങ്ങൾ മാത്രമാണെങ്കിൽ എന്ത് ചെയ്യുന്നില്ല, അത് പറയുന്നില്ല, വെളിപ്പെടുത്താൻ പറ്റില്ല. പക്ഷെ ആ തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ടെങ്കിൽ അതെന്ത് ചെയ്യാവുന്നതാണ്, പ്രസിദ്ധീകരിക്കാവുന്നതാണ്. ഓക്കെ, അപ്പൊ ഈ ഒരു കാര്യം മാത്രമാണ് അതിൽ നിന്ന് എക്സംപ്റ്റ് ചെയ്തിട്ട് കിടക്കുന്നത്, അതായത് വെളിപ്പെടുത്താൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. അപ്പൊ ബാക്കിയുള്ളതൊന്നും എന്ത് ചെയ്യുന്നില്ല, വെളിപ്പെടുത്താനായിട്ട് പറ്റില്ല. ഓക്കെ, അപ്പൊ അവിടെ കുറച്ച് കാര്യങ്ങൾ ഓർത്തു വെക്കണം. ഒന്ന് നമ്മൾ പറഞ്ഞു രാജ്യത്തിന്റെ സുരക്ഷ അല്ലെ, രാജ്യത്തിന്റെ സുരക്ഷ, അതുപോലെ തന്നെ അഖണ്ഡത, അതുമായൊക്കെ ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങളൊന്നും എന്ത് ചെയ്യുന്നില്ല, പുറത്ത് വിടാനായിട്ട് പറ്റില്ല. അതുപോലെ തന്നെ വിദേശ രാജ്യങ്ങളുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന, അതായത് വിദേശ രാജ്യവുമായിട്ടുള്ള ബന്ധത്തെ ഹാനികരമായിട്ട് ബാധിക്കുന്ന ഒരു വിവരവും എന്ത് ചെയ്യുന്നില്ല, പുറത്ത് വിടാനായിട്ട് അല്ലെങ്കിൽ വെളിപ്പെടുത്തിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടിട്ടുള്ളതാണ്. ഓക്കെ, അതുപോലെ തന്നെ മൂന്നാം കക്ഷി വിവരങ്ങൾ. ഓക്കെ, മൂന്നാം കക്ഷി വിവരങ്ങൾ. ഈ മൂന്നാം കക്ഷി വിവരങ്ങളുമായി ബന്ധപ്പെട്ട് ഈ ഒരു മൂന്നാം കക്ഷി വിവരത്തില് ആ ഒരു വിവരം എന്ന് പറയുന്നത് ഈ മൂന്നാം കക്ഷിയുടെ വാണിജ്യ രഹസ്യങ്ങൾ. ഓക്കെ, വാണിജ്യ രഹസ്യങ്ങളാണെങ്കിൽ എന്താണ്, വാണിജ്യ രഹസ്യങ്ങൾ അഥവാ വ്യാപാര രഹസ്യങ്ങളാണെങ്കിൽ അതെന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, വെളിപ്പെടുത്തേണ്ടതായിട്ട് വരുന്നില്ല. ഓക്കെ, അപ്പൊ ആ കാര്യം അവിടെ ഓർത്തു വെച്ചേക്കണം. അതുപോലെ തന്നെ ഒരു വ്യക്തിയുടെ ജീവനോ സുരക്ഷയോ ബാധിക്കുന്ന എന്തെങ്കിലും കാര്യങ്ങൾ, ഒരു വ്യക്തിയുടെ ജീവനോ സുരക്ഷയെ ബാധിക്കുന്ന എന്തെങ്കിലും കാര്യങ്ങൾ, അതായത് ആ ഒരു വിവരം വെളിപ്പെടുത്തി കഴിഞ്ഞാൽ ആ ഒരു വ്യക്തിയുടെ ജീവന് ആപത്താകുന്ന എന്തെങ്കിലും കാര്യം, അല്ലെങ്കിൽ അതിന്റെ സുരക്ഷയുമായിട്ട് ബന്ധപ്പെടുത്തി കിടക്കുന്ന സുരക്ഷയെ ബാധിക്കുന്ന എന്തെങ്കിലും ഒരു കാര്യമാണെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല, വെളിപ്പെടുത്താനായിട്ട് പാടില്ല. ഓക്കെ, അതുപോലെ തന്നെ ഒരു അന്വേഷണവുമായി ബന്ധപ്പെട്ട് അതിന്റെ ഒരു പ്രോസിക്യൂഷന്റെ ഒക്കെ നടപടികൾക്ക് തടസ്സപ്പെടുത്തുന്ന എന്തെങ്കിലും ഒരു കാര്യം, അതായത് ഏതെങ്കിലും ഒരു വിവരം വെളിപ്പെടുത്തുന്നതിലൂടെ ആ ഒരു അന്വേഷണവുമായി ബന്ധപ്പെട്ട് അതിന്റെ നടപടിക്രമത്തിന് തടസ്സപ്പെടുത്തുന്ന ഒരു വിവരമാണെങ്കിൽ അത് എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, വെളിപ്പെടുത്തേണ്ട ആവശ്യമില്ല. അപ്പൊ ഈ കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ ഈ ഒരു സെക്ഷൻ 8 പറയുന്ന വിവരാവകാശ നിയമത്തിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ വിവരം വെളിപ്പെടുത്തൽ നിന്ന് ഒഴിവാക്കപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. ചില സന്ദർഭങ്ങളിൽ വിവരാവകാശം നിഷേധിക്കുന്നതിനുള്ള കാരണങ്ങൾ പറയുന്ന വകുപ്പ് ഏത്? വളരെ പ്രധാനപ്പെട്ടതാണ്, ഇതും ചോദിക്കാറുണ്ട് പരീക്ഷയ്ക്ക്. എന്താ ക്വസ്റ്റ്യന്? ചില സന്ദർഭങ്ങളിൽ വിവരാവകാശം നിഷേധിക്കുന്നതിനുള്ള കാരണങ്ങൾ പറയുന്ന വകുപ്പാണ്. ഓക്കെ, ചില കേസുകളിൽ നമ്മൾ RTA വെച്ച് കഴിഞ്ഞാൽ അത് നിരസിക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പൊ അങ്ങനെ പറയുന്ന സെക്ഷൻ ഏത് എന്ന് ചോദിച്ചാൽ വിവരാവകാശത്തിലെ ഏത് സെക്ഷനിലാണ് പറയുന്നത്? സെക്ഷൻ 9 പറയുന്നത്. ഓക്കെ, എന്താ പറയുന്നത്? സെക്ഷൻ 9 ചില സന്ദർഭങ്ങളിൽ വിവരാവകാശം നിഷേധിക്കുന്നതിനുള്ള കാരണങ്ങളെ കുറിച്ചിട്ടാണ് പറയുന്നത്. അവിടെയാണ് ഏത് വരുന്നത്? ഒരു വ്യക്തിയുടെ പകർപ്പവകാശ ലംഘനവുമായി ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങളൊക്കെ. ഓക്കെ, ഒരു വ്യക്തിയുടെ പകർപ്പവകാശ ലംഘനവുമായി ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങളൊക്കെ ഏതിലാ വരിക? ഈ ഒരു സെക്ഷൻ 9 വരിക. ഓക്കെ, ഈ സെക്ഷൻ 9 ബന്ധപ്പെട്ട് ഈ 2 ക്വസ്റ്റ്യൻസ് ആണ് മിക്കവാറും വരാറുള്ളത്. ഒന്നാമത്തേത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില സന്ദർഭങ്ങളിൽ വിവരാവകാശം നിഷേധിക്കുന്നതിനുള്ള കാരണങ്ങൾ പറയുന്ന വകുപ്പ് എന്ന് ചോദിച്ചാൽ ഏതാണ്? സെക്ഷൻ 9. അതുപോലെ തന്നെ പകർപ്പവകാശ ലംഘനവുമായി ബന്ധപ്പെട്ട ചില വിവരങ്ങൾ നിഷേധിക്കാവുന്നതാണ് എന്ന് പറയുന്ന വകുപ്പ് ഏതാ ചോദിച്ചാലും ഏത് തന്നെയാണ്? സെക്ഷൻ 9 തന്നെയാണ്. ഇനി അടുത്ത് നോക്കാം. വിവരാവകാശ നിയമത്തിൽ മൂന്നാം കക്ഷി വിവരങ്ങൾ വെളിപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ട അപേക്ഷ ലഭിച്ച് എത്ര ദിവസത്തിനകം മൂന്നാം കക്ഷിക്ക് നോട്ടീസ് നൽകണം? ഓക്കെ, ഇപ്പൊ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? അതായത് ഒരു RTA വെക്കുന്ന സമയത്ത് ഇപ്പൊ ഒരു RTA നമ്മൾ വെക്കുകയാണ്. ഓക്കെ, അത് നമ്മളൊരു സ്ഥാപനത്തിലേക്കാണ് അത് അയക്കുന്നത്. പക്ഷെ അതിലേക്ക് അയച്ച സമയത്ത് അതിലെ പല കാര്യങ്ങളും വേറൊരു വ്യക്തിയുടെ അല്ലെങ്കിൽ വേറൊരു വ്യക്തിയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന കാര്യങ്ങളാണ് ചോദിച്ചിട്ടുള്ളത് എന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന സ്ഥാപനം അല്ലെങ്കിൽ വ്യക്തിയാണ് എന്ത്? മൂന്നാം കക്ഷി എന്ന് പറയുന്നത്. ഓക്കെ, അതായത് നമ്മൾ അപേക്ഷിച്ച ആ ഒരു സ്ഥാപനമല്ലാത്ത അല്ലെങ്കിൽ ആ ഒരു വ്യക്തിയുമായി ബന്ധപ്പെട്ടതല്ലാത്ത വേറെ മൂന്നാമതായി നിൽക്കുന്ന ഈ ഒരു പറഞ്ഞല്ലോ ഒരു സ്ഥാപനം അല്ലെങ്കിൽ ഒരു വ്യക്തി, ആ ഒരു കാര്യമായിരിക്കും എന്ത്? മൂന്നാം കക്ഷി എന്ന് പറയുന്നത്, ആ മൂന്നാം കക്ഷി വിവരങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ സാധാരണ ഇങ്ങോട്ടേക്ക് ഒരു അപേക്ഷ അയച്ചു. ഈ അപേക്ഷ ഇവിടെ കിട്ടിക്കഴിഞ്ഞാൽ 5 ദിവസത്തിനകം എന്ത് ചെയ്യണം? ഇതുമായി ബന്ധപ്പെട്ട് ഈ ഒരു അപേക്ഷയുമായി ബന്ധപ്പെട്ട നോട്ടീസ് മൂന്നാം കക്ഷിക്ക് നൽകണം. ഓക്കെ, എത്ര ദിവസമാണ്? 5 ദിവസമാണ്.
ഓക്കെ, എത്ര ദിവസമാണ്? 5 ദിവസത്തിനകം ആർക്ക് കൊടുക്കണം? നമ്മൾ കൊടുത്ത ആ ഒരു അപേക്ഷയിന്മേൽ അതിന്റെ ഒരു നോട്ടീസ് ആർക്ക് കൊടുക്കണം? മൂന്നാം കക്ഷിക്ക് കൊടുക്കണം. അത് എന്തിനു വേണ്ടിയിട്ടാണ്? ഇവരുടെ വിവരങ്ങളൊക്കെ വെളിപ്പെടുത്തുന്നതിൽ നിന്ന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ, വെളിപ്പെടുത്താൻ പറ്റുമോ ഇല്ലയെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു നോട്ടീസ് ആർക്ക് കൊടുക്കുന്നത്? മൂന്നാം കക്ഷിക്ക് കൊടുക്കുന്നത്. ഓക്കെ, പിന്നെ ഈ മൂന്നാം കക്ഷി എന്ത് ചെയ്യും? 10 ദിവസത്തിനകം എന്ത് ചെയ്യണം? അതുമായി ബന്ധപ്പെട്ട എന്ത് കാര്യവും ഇവർക്ക് റിപ്ലൈ ആയിട്ട് കൊടുക്കണം. ഇവർക്ക് വെളിപ്പെടുത്തണ്ടെന്നോ അല്ലെങ്കിൽ എന്ത് കാര്യമാണെങ്കിലും അത് ആരെ അറിയിക്കണം? ഇവിടെ അറിയിക്കണം. നമ്മൾ എവിടേക്കാണോ അപേക്ഷ കൊടുത്തിട്ടുള്ളത് അവിടേക്ക് അത് അറിയിക്കണം. അത് 10 ദിവസത്തിനകമാണ്. ഇങ്ങോട്ടേക്ക് അയക്കുന്നത് 5 ദിവസമാണ്. ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് റിപ്ലൈ പോകുന്നത് എത്ര ദിവസമാണ്? 10 ദിവസത്തിനകമാണ്. അങ്ങനെ മൊത്തം നമ്മളിപ്പോൾ ഒരു അപേക്ഷ അപേക്ഷിച്ചു. അങ്ങനെ 40 ദിവസത്തിനകം എന്ത് ചെയ്യണം? ഇതിലൊരു റിപ്ലൈ നമുക്ക് കിട്ടണം. അതായത് നമ്മൾ എന്തിനാണോ RTA വെച്ചിട്ടുള്ളത് അതിന്റെ റിപ്ലൈ ആ ഒരു അപേക്ഷ സ്വീകരിച്ച 40 ദിവസത്തിനകം നമുക്ക് കിട്ടിയിരിക്കണം. ഓക്കെ, ആ ഒരു കാര്യങ്ങൾ കൂടി അവിടെ ഓർത്ത് വെച്ചേക്കാം. ഇനി അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. IT ആക്ട് 2000 പാസ്സാക്കിയത് എന്നാണ് ചോദിച്ചിട്ടുള്ളത് അല്ലേ? അപ്പൊ IT ആക്ട് അഥവാ ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് 2000 എന്നാണ് പാസ്സാക്കിയത്? എന്നായിരുന്നു? 2000 ജൂൺ 9-നാണ് അല്ലേ? 2000 ജൂൺ 9-നാണ് എന്ത് ചെയ്തിട്ടുള്ളത്? ഈ ഒരു IT ആക്ട് പാസ്സാക്കിയിട്ടുള്ളത്. എന്നാൽ നിലവിൽ വന്നത് എന്ന് ചോദിച്ചാൽ എന്നാണ്? അത് 2000 ഒക്ടോബർ 17-നാണ്. ഓക്കെ, അപ്പൊ 2000 ഒക്ടോബർ 17-നാണ് എന്ത് ചെയ്തിട്ടുള്ളത്? ഈ ഒരു IT ആക്ട് നിലവിൽ വന്നിട്ടുള്ളത്. മാറരുത്, ഒക്ടോബർ 17. പാസ്സാക്കിയത് ജൂൺ 9-ഉം നിലവിൽ വന്നത് ഒക്ടോബർ 17-ഉമാണ്. ഓക്കെ, അപ്പൊ 2000 ജൂൺ 9-നാണ് IT ആക്ട് പാസ്സാക്കിയിട്ടുള്ളത്. നിലവിൽ വന്നത് എന്നാണ്? 2000 ഒക്ടോബർ 17-നാണ്. ആ കാര്യം അവിടെ ഓർത്ത് വെച്ചേക്കണം. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഐഡന്റിറ്റി തെഫ്റ്റിനെ കുറിച്ച് പറയുന്ന IT ആക്ടിലെ വകുപ്പ് ഏത്? ഏതാണ് ആൻസർ വരുന്നത്? 66C ആണ് അല്ലെ? ഐഡന്റിറ്റി തെഫ്റ്റിനെ കുറിച്ച് അതിന്റെ ശിക്ഷയാണ് കേട്ടോ, ഓർത്ത് വെച്ചേക്കണം. ഐഡന്റിറ്റി തെഫ്റ്റുമായി ബന്ധപ്പെട്ട് അതിന്റെ ശിക്ഷയെ കുറിച്ച് പറയുന്ന IT ആക്ടിലെ വകുപ്പാണ് ഏത്? 66C എന്ന് പറയുന്നത്. ഇനി ഇവിടെ എന്താണ് ശിക്ഷയായിട്ട് ലഭിക്കുക? 3 വർഷം അല്ലെ? 3 years തടവ്. 3 വർഷം തടവും അതിന്റെ കൂടെ 1 ലക്ഷം രൂപ പിഴയുമാണ് എന്തിന് കിട്ടുന്നത്? ഐഡന്റിറ്റി തെഫ്റ്റ് അല്ലെ? ഐഡന്റിറ്റി തെഫ്റ്റുമായി ബന്ധപ്പെട്ട് അതിന് ശിക്ഷ ആയിട്ട് കിട്ടുന്നത്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട ഐഡന്റിറ്റി തെഫ്റ്റുമായി ബന്ധപ്പെട്ട സെക്ഷൻ ഏതാണ്? 66C ആണ്. കൊടുക്കുന്ന ശിക്ഷ എന്ന് പറയുന്നത് 3 വർഷം പ്ലസ് 1 ലക്ഷം രൂപയാണ്. ഓക്കെ, ഇനി 66D ആണെങ്കിലോ? 66D ആണെങ്കിലോ ആൾമാറാട്ടമാണ് അല്ലെ? ആൾമാറാട്ടം നടത്തുന്നതുമായി ബന്ധപ്പെട്ട് അതിനുള്ള ശിക്ഷയാണ് ആൾമാറാട്ടം. ഓക്കെ, ആൾമാറാട്ടം നടത്തുന്നതുമായി ബന്ധപ്പെട്ട് അതിനുള്ള ശിക്ഷയാണ് ഇവിടെ പറയുന്നത് 66D പറയുന്നത്. ഓക്കെ, അതും കൂടി ഓർത്ത് വെച്ചേക്കണം. അപ്പൊ ഇതിന് കൊടുക്കുന്ന ശിക്ഷ എന്താണ്? ആൾമാറാട്ടം നടത്തുന്നതിന് കൊടുക്കുന്ന ശിക്ഷ എന്ന് പറയുന്നത് അവിടെയും സെയിം തന്നെയാണ്. 3 വർഷം തടവ് തന്നെയാണ് അല്ലെ? 3 വർഷം തടവ് പ്ലസ് 1 ലക്ഷം രൂപ പിഴയുമാണ് വരുന്നത്. അപ്പൊ 66C-യും 66D-യും ഒരേ ശിക്ഷയാണ് കൊടുക്കുന്നത്. 3 വർഷം തടവും 1 ലക്ഷം രൂപ പിഴയുമാണ്. 66C ആണെങ്കിൽ എന്തായിരുന്നു? ഐഡന്റിറ്റി തെഫ്റ്റ് അല്ലെ? ഐഡന്റിറ്റി തെഫ്റ്റുമായി ബന്ധപ്പെട്ട് അതിന് കൊടുക്കുന്ന ശിക്ഷയെ കുറിച്ചിട്ടാണ് 66C പറയുന്നത്. 66D ആണെങ്കിലോ ആൾമാറാട്ടം അല്ലെ? ആൾമാറാട്ടം നടത്തുന്നതുമായി ബന്ധപ്പെട്ടിട്ടാണ് 66D പറയുന്നത്. അവിടെയും 3 വർഷം അതിന്റെ കൂടെ 1 ലക്ഷം രൂപ പിഴയുമാണ് ഇവിടെ എന്തായിട്ട് കൊടുക്കുന്നത്? ശിക്ഷയായിട്ട് കൊടുക്കുന്നത്. ഇനി 66E എന്തായിരുന്നു? 66E എന്തായിരുന്നു? സ്വകാര്യതാ ലംഘനമാണ് അല്ലെ? വയലേഷൻ ഓഫ് പ്രൈവസി എന്ന് പറയും അല്ലെ? ആ വയലേഷൻ ഓഫ് പ്രൈവസി എന്ന് പറയുന്നത് ഏതാണ്? വയലേഷൻ ഓഫ് പ്രൈവസി എന്ന് പറയുന്നത് ഏത് സെക്ഷനാണ്? 66E ആണ് അല്ലെ? വയലേഷൻ ഓഫ് പ്രൈവസി, അതായത് സ്വകാര്യതാ ലംഘനത്തിനുള്ള ശിക്ഷയെ പറ്റിയിട്ടാണ് 66E പറയുന്നത്. അവിടെയും ശിക്ഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അവിടെ ശിക്ഷ എന്ന് പറയുന്നത് എന്താണ്? 3 വർഷം അല്ലെ? 3 വർഷം തടവ്. 3 വർഷം തടവ് പ്ലസ് 2 ലക്ഷം രൂപയാണ് ഇവിടെ പിഴയായിട്ട് കൊടുക്കുന്നത്. ഓക്കെ, 2 ലക്ഷം രൂപയാണ് ഇവിടെ 66E പിഴയായിട്ട് കൊടുക്കുന്നത്. അപ്പൊ 66E എന്ന് പറഞ്ഞാൽ വയലേഷൻ ഓഫ് പ്രൈവസി ആണ്. ശിക്ഷ എന്ന് പറയുമ്പോൾ 3 വർഷം തടവും അതിന്റെ കൂടെ 2 ലക്ഷം രൂപ പിഴയുമാണ്. അതുപോലെ തന്നെ ഒരു സെക്ഷൻ കൂടി ഓർത്ത് വെച്ചേക്കുക. 66F ആണ് അല്ലെ? വളരെ പ്രധാനപ്പെട്ട സെക്ഷൻ ആണ്. ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യനും കൂടിയാണ്. 66F-ലാണ് എന്തിനെ കുറിച്ച് പറയുന്നത്? സൈബർ ടെററിസത്തിനുള്ള ശിക്ഷയെ പറ്റി പറയുന്നത്. ഏതാണ്? സൈബർ ടെററിസം. ഓക്കെ, സൈബർ ടെററിസത്തിനുള്ള ശിക്ഷയെ പറ്റി പറയുന്ന വകുപ്പാണ് ഏത്? 66F എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ 66F-ന് കൊടുക്കുന്ന ശിക്ഷ എന്താണ്? ശിക്ഷ എന്ന് പറയുമ്പോൾ ജീവപര്യന്തം വരെ തടവാണ്.
ജീവപര്യന്തം വരെ തടവ് എന്തിന് ലഭിക്കാം? ഈ ഒരു 66F വകുപ്പ് പ്രകാരം ലഭിക്കാം. അപ്പൊ 66F എന്താണ്? സൈബർ ടെററിസം ആണ്, രാജ്യദ്രോഹ കുറ്റമാണ് അല്ലെ. അപ്പൊ ജീവപര്യന്തം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന വകുപ്പാണ് ഇത് 66F എന്ന് പറയുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ IT ആക്ടുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന ഏത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. നോക്കാം ഓരോന്ന്. ഒന്നാമത്തെ ഓപ്ഷൻ നോക്കാം. വകുപ്പ് 66E സ്വകാര്യത ലംഘനത്തിനുള്ള ശിക്ഷയെ പറ്റി പറയുന്നു അല്ലെ. കറക്റ്റ് ആണ് അല്ലെ. 66E എന്തായിരുന്നു? 66E എന്ന് പറയുന്നത് സ്വകാര്യത ലംഘനത്തിനുള്ള ശിക്ഷയെ പറ്റിയിട്ടാണ് പറയുന്നത്. അതുപോലെ തന്നെ ഒരാളുടെ സ്വകാര്യതയിലേക്ക് കടന്നുകയറ്റം ചെയ്താൽ 3 വർഷം തടവും 2 ലക്ഷം രൂപ പിഴയും ലഭിക്കാവുന്നതാണ്. അതും ശരിയായിട്ടുള്ളതാണ് അല്ലെ. അതായത് ഈ ഒരു സ്വകാര്യത ലംഘനം നടത്തി കഴിഞ്ഞാൽ ഒരാൾക്ക് കിട്ടുന്ന ശിക്ഷ എന്ന് പറഞ്ഞാൽ എന്താണ്? എത്രയാണ്? 3 വർഷം തടവ് അല്ലെ. 3 വർഷം തടവും 2 ലക്ഷം രൂപ പിഴയും ലഭിക്കാവുന്നതാണ്. അടുത്തത് നോക്കാം. വകുപ്പ് 66F സൈബർ ടെററിസത്തെ കുറിച്ച് പറയുന്നു. ഇതും കറക്റ്റ് ആയിട്ടുള്ളതാണ് അല്ലെ. 66F-ലാണ് എന്തിനെ കുറിച്ച് പറയുന്നത്? സൈബർ ടെററിസത്തെ കുറിച്ച് പറയുന്നത് അല്ലെ. നമുക്കറിയാം ജീവപര്യന്തം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന ഒരു വകുപ്പാണ് ഇത് 66F എന്ന് പറയുന്നത്. അപ്പൊ ഇതും ശരിയായിട്ടുള്ളതാണ്. ഇവിടെ തെറ്റായ പ്രസ്താവനയാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ഇത് മുകളിൽ പറഞ്ഞവ ഒന്നുമല്ല, ഇതായിരിക്കും ആൻസർ എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. IT ആക്ടിൽ പോണോഗ്രഫിയുമായി ബന്ധപ്പെട്ട് താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായത് ഏത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. നോക്കാം. ഫസ്റ്റത്തെ ഓപ്ഷൻ നോക്കാം. 67A പോണോഗ്രഫിയെ കുറിച്ച് പറയുന്നു. ഓക്കെ, അത് കറക്റ്റ് ആയിട്ടുള്ളതാണ് അല്ലെ. 67A എന്താണ്? പോണോഗ്രഫിയെ കുറിച്ചിട്ടാണ് പറയുന്നത്. അതുപോലെ തന്നെ 67C എന്നൊരു കാര്യം പറയുന്നില്ല അല്ലെ. 67B എന്താണ്? ചൈൽഡ് പോണോഗ്രഫിയാണ് അല്ലെ. ചൈൽഡ് പോണോഗ്രഫിയാണ്. അപ്പൊ ഇതെന്താണ്? തെറ്റായിട്ടുള്ളതാണ് അല്ലെ. അതായത് 67B ആണെങ്കിലാണ് ചൈൽഡ് പോണോഗ്രഫി. ഇവിടെ 67C ഒന്നും പറഞ്ഞിട്ടില്ല, ഇവിടെ ചൈൽഡ് ഒന്നും കൊടുത്തിട്ടില്ല. അപ്പൊ ഇതെന്താണ്? തെറ്റായിട്ടുള്ളതാണ്. 67A-ലാണ് എന്ത് പറയുന്നത്? പോണോഗ്രഫിയെ കുറിച്ച് പറയുന്നത്. അപ്പൊ ഈ ഒരു ഓപ്ഷൻ തെറ്റാണ്. ഓക്കെ, ഇവിടെ ശ്രദ്ധിക്കണം. 67A പോണോഗ്രഫി, 67B ആണെങ്കിൽ എന്താണ്? ചൈൽഡ് അല്ലെ. ചൈൽഡ് ബേബി എന്ന് ആലോചിച്ചാൽ മതി. അപ്പൊ ചൈൽഡ് പോണോഗ്രഫിയെ കുറിച്ച് പറയുന്നത് 67B-ലാണ്. ഇനി അടുത്ത ഓപ്ഷൻ നോക്കാം. അശ്ലീല ചിത്രങ്ങൾ പ്രദർശിപ്പിച്ചാൽ 5 വർഷം തടവും 10 ലക്ഷം രൂപ പിഴയും ലഭിക്കാവുന്നതാണ് അല്ലെ. അപ്പൊ ഈ ഒരു പോണോഗ്രഫിയുമായി ബന്ധപ്പെട്ട ഇങ്ങനെയുള്ള അശ്ലീല ചിത്രങ്ങളൊക്കെ പ്രദർശിപ്പിച്ചു കഴിഞ്ഞാൽ അയാൾക്ക് ലഭിക്കുന്ന ശിക്ഷ എന്ന് പറഞ്ഞാൽ എത്ര വർഷമാണ്? 5 വർഷം തടവും 10 ലക്ഷം രൂപ പിഴയുമാണ്. അപ്പൊ ഇതും കറക്റ്റ് ആയിട്ടുള്ളതാണ്. അപ്പൊ ഇവിടെ Aയും Cയുമാണ് ശരിയായിട്ടുള്ള പ്രസ്താവന എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. അടുത്തത് പോക്സോ ആക്ടുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. ഓക്കെ, അപ്പൊ ക്വസ്റ്റ്യൻ എന്താണ്? പോക്സോ ആക്ട് പ്രാബല്യത്തിൽ വന്നതെന്ന് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് അല്ലെ. അപ്പൊ ഇവിടെ പോക്സോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഫുൾ എന്താണ്? അത് ഓർത്ത് വെച്ചേക്കണം. പോക്സോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? പ്രൊട്ടക്ഷൻ ആണ് അല്ലെ. P എന്ന് പറഞ്ഞാൽ പ്രൊട്ടക്ഷൻ ആണ്, തെറ്റരുത്. P എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രൊട്ടക്ഷൻ. ഓക്കെ, ഓർത്ത് വെച്ചേക്കണം. പ്രൊട്ടക്ഷൻ ആണ് P എന്ന് പറയുന്നത്. അപ്പൊ പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻ ഫ്രം സെക്ഷൽ ഒഫൻസ് ആക്ട് എന്നാണ് എന്തറിയപ്പെടുന്നത്? പോക്സോ ആക്ട് അറിയപ്പെടുന്നത്. അപ്പൊ എന്താണ്? ദ പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻ ഫ്രം സെക്ഷൽ ഒഫൻസ് ആക്ട് എന്നതാണ് എന്താ? പോക്സോ ആക്ടിന്റെ ഫുൾ എന്ന് പറയുന്നത്. ഇനി എന്നാണ് ഇത് പ്രാബല്യത്തിൽ വന്നത്? എന്നാണ് ഓർത്തു വെച്ചേക്ക. 2012 നവംബർ 14 അല്ലെ. നവംബർ 14 എന്ത് ദിനമാണ്? ശിശുദിനം അല്ലെ. ശിശുദിനമാണ് നവംബർ 14. ഓക്കെ, അപ്പൊ ഒരു ശിശുദിനത്തിന്റെ അന്നാണ് കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു പോക്സോ നിയമം കൊണ്ടുവരുന്നത്. ഇനി ഈ ഒരു പോക്സോ നിയമത്തിന് പ്രസിഡന്റിന്റെ അംഗീകാരം കിട്ടിയത് എന്നാ ചോദിച്ചാൽ അത് 2012 ജൂൺ 19 കേട്ടോ. 2012 ജൂൺ 19 പ്രസിഡന്റിന്റെ അംഗീകാരം ലഭിക്കുന്നതോ. അത് എന്നാണ് നിലവിൽ വരുന്നത് എന്ന് ചോദിക്കുമ്പോൾ 2012 നവംബർ 14. അപ്പൊ ഏറ്റവും കൂടുതൽ ഈ ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ് ചോദിച്ചിട്ടുള്ളത്. പോക്സോ ആക്ട് നിലവിൽ വന്നത് എന്ന് ചോദിച്ചാൽ എന്നാ പറയേണ്ടത്? 2012 നവംബർ 14. ഇനി ഇവിടെ പോക്സോ നിയമത്തില് ഇവിടെ എന്താ പ്രത്യേകം കുട്ടികളെ കാര്യങ്ങൾ പറയുന്നുണ്ടോ? അതായത് ആൺകുട്ടി പെൺകുട്ടി എന്നൊന്നും എടുത്തു പറയുന്നില്ല. ആൺ പെൺ വ്യത്യാസമില്ലാതെ ലൈംഗിക ചൂഷണത്തിന് ഇരയാകുന്ന കുട്ടികൾക്കൊക്കെ നിയമ സംരക്ഷണം ലഭിക്കുന്ന ഒരു ആക്ട് ആണ് ഏത്? ഈ ഒരു പോക്സോ നിയമം എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ ആൺ പെൺ വ്യത്യാസമില്ലാതെ ലൈംഗിക ചൂഷണത്തിന് ഇരയാവുന്ന കുട്ടികൾക്കൊക്കെ ഈ ഒരു നിയമ സംരക്ഷണം ഇതിലൂടെ ലഭിക്കുന്നതാണ്. ഓക്കെ, ആ ഒരു കാര്യം അവിടെ ഓർത്തു വെച്ചേക്കണം. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. പോക്സോ നിയമത്തിലെ നടപടികളിൽ താഴെ കൊടുത്തിരിക്കുന്നവയിൽ തെറ്റായത് ഏത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്.
ഓക്കെ, എന്താണ് തെറ്റായത് എന്നാണ് കേട്ടോ. അങ്ങനെയുള്ള ക്വസ്റ്റ്യൻ വരുന്ന സമയത്ത് അവിടെ ശരിയാണോ തെറ്റാണോ എന്നുള്ളത് നമ്മൾ ക്വസ്റ്റ്യൻ വായിക്കുന്ന സമയത്ത് അവിടെ അടയാളപ്പെടുത്തണം. മിക്കവാറും നമ്മൾ ആ സ്റ്റേറ്റ്മെന്റ് ഒക്കെ വായിച്ച് വരുമ്പോഴേക്കും ശരിയായിട്ടുള്ളത് കറക്കി കുത്താനായിരിക്കും, അല്ലെ, ശരിയായിട്ടുള്ളത് കുത്താനായിരിക്കും സാധ്യത. അപ്പൊ എപ്പോഴും ക്വസ്റ്റ്യൻസ് വായിക്കുന്ന സമയത്ത് അവിടെ തെറ്റാണോ ശരിയാണോ ചോദിച്ചത് എന്ന് ജസ്റ്റ് ഒന്ന് അടിവരയിട്ട് വെക്കുക. ഓക്കെ, നമുക്ക് നോക്കാം. പോക്സോ നിയമത്തിലെ നടപടിക്രമങ്ങളിൽ താഴെ കൊടുത്തിരിക്കുന്നവയിൽ തെറ്റായത്. അപ്പൊ ഓരോന്ന് നോക്കാം. ഫസ്റ്റ് ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്, കുട്ടികൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ തീർപ്പാക്കാൻ പ്രത്യേക കോടതികൾ സ്ഥാപിക്കാം. അങ്ങനെ ഒരു കാര്യം പറയുന്നുണ്ട് അല്ലെ നിയമത്തില്. അതായത് കുട്ടികൾക്കെതിരെയുള്ള അതിക്രമങ്ങൾക്കുള്ള വിചാരണ വേഗത്തിൽ തീർപ്പാക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാം, പ്രത്യേക കോടതികളൊക്കെ സ്ഥാപിക്കാം എന്ന് ഈ ഒരു നിയമം അനുശാസിക്കുന്നുണ്ട്. അപ്പൊ അത് ശരിയായിട്ടുള്ള ഒരു പ്രസ്താവനയാണ്. അതുപോലെ തന്നെ കുറ്റകൃത്യത്തിനിരയായ കുട്ടിയുടെ വ്യക്തിത്വം താല്പര്യങ്ങൾക്ക് വിരുദ്ധമായി മാധ്യമങ്ങൾ പുറത്തുവിടാൻ പാടില്ല. ഓക്കെ, അതും കറക്റ്റ് ആയിട്ടുള്ള കാര്യമാണ് അല്ലെ. അതായത് ഇങ്ങനെ ഒരു ലൈംഗിക ചൂഷണത്തിന് ഇരയായിട്ടുള്ള ഒരു കുട്ടി, ആ കുട്ടിയുടെ പേരോ ആ കുട്ടിയുടെ ഫോട്ടോയോ അല്ലെങ്കിൽ ആ കുട്ടിയുമായി ബന്ധപ്പെട്ട് അവരുടെ മറ്റുള്ള ഡീറ്റെയിൽസോ കാര്യങ്ങളൊന്നും എന്ത് ചെയ്യാൻ പാടില്ല, മാധ്യമങ്ങൾ പുറത്തുവിടാൻ പാടില്ല. അതായത് നിയമവിരുദ്ധമായിട്ട്, അതായത് അവരുടെ താല്പര്യങ്ങൾക്ക് വിരുദ്ധമായിട്ട് അങ്ങനെ എന്ത് ചെയ്യാൻ പാടില്ല, ഫോട്ടോ ആയാലും പേരായാലും അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പുറത്തുവിടാനായിട്ട് പാടില്ല. അപ്പൊ ആ ഒരു കാര്യം അവിടെ ഓർത്ത് വെച്ചേക്കണം. ഇതെന്താണ്, ശരിയായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. അടുത്ത നോക്കാം, വളരെ പ്രധാനപ്പെട്ടതാണ്. സബ് ഇൻസ്പെക്ടർ റാങ്കിൽ കുറയാത്ത ഒരു വനിതാ ഉദ്യോഗസ്ഥ യൂണിഫോമോട് കൂടി. തെറ്റ്. നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഇങ്ങനെ ഒരു കുറ്റകൃത്യം ഉണ്ടായി കഴിഞ്ഞാൽ കുട്ടികളുടെ അടുത്തേക്ക് മൊഴിയെടുക്കാൻ പോകുന്നത് ആരായിരിക്കണം, ഒരു സബ് ഇൻസ്പെക്ടർ റാങ്കിൽ കുറയാത്ത ഒരു വനിതാ ഉദ്യോഗസ്ഥയായിരിക്കണം അല്ലെ. പ്രത്യേകം ശ്രദ്ധിക്കണം, വനിതാ ഉദ്യോഗസ്ഥ മാത്രമേ ആ കുട്ടിയുടെ മൊഴി എടുക്കാനായിട്ട് പാടുള്ളൂ. അതും എങ്ങനെയാകരുത്, യൂണിഫോം ധരിക്കാൻ പാടില്ല. യൂണിഫോമോട് കൂടിയിട്ട് എന്ത് ചെയ്യാൻ പാടില്ല, കുട്ടിയുടെ മൊഴി എടുക്കാനായിട്ട് പാടില്ല. അതുപോലെ തന്നെ കുട്ടിക്ക് അഭികാമ്യമായിട്ടുള്ള സ്ഥലത്ത് വെച്ചിട്ട് വേണം എന്ത് ചെയ്യാനായിട്ട്, മൊഴി എടുക്കാനായിട്ട്. കുട്ടി എവിടെയാണ് പറയുന്നത്, ഇപ്പൊ കുട്ടിയുടെ വീട്ടിലാണെങ്കിൽ അല്ലെങ്കിൽ കുട്ടി പറയുന്നത് വേറെ സ്ഥലത്ത് വെച്ചിട്ട് മൊഴി എടുത്താൽ മതി എന്ന് പറഞ്ഞാൽ അവിടെ വെച്ചിട്ട് മൊഴി എടുക്കാവുന്നതാണ്. ആ ഒരു കാര്യം കൂടി അവിടെ ഓർത്ത് വെക്കണം. അതുപോലെ തന്നെ 30 ദിവസത്തിനുള്ളിൽ എന്ത് ചെയ്യണം, കുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തണം. അതും കറക്റ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇപ്പൊ ഒരു കുറ്റകൃത്യം നടന്നു കഴിഞ്ഞാൽ 30 ദിവസം ആ കുറ്റകൃത്യം നടന്ന 30 ദിവസത്തിനുള്ളിൽ എന്ത് ചെയ്യണം, കുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തണം. ഓക്കെ, അപ്പൊ ഇതും ശരിയായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ ഇവിടെ തെറ്റായിട്ടുള്ളത് ഏതാണ് അല്ലെ, യൂണിഫോമോട് കൂടി എന്ന് പറയുന്നത് തെറ്റായിട്ടുള്ളതാണ്. അതുപോലെ തന്നെ ഇവിടെ ഓർത്തിരിക്കേണ്ട ഒരു മറ്റൊരു കാര്യമാണ്, ഇതുമായി ബന്ധപ്പെട്ട് ഈ ഒരു കുറ്റകൃത്യം, അതായത് ലൈംഗിക ചൂഷണവുമായി ബന്ധപ്പെട്ട് ഈ ഒരു പോക്സോ നിയമത്തിൽ ആ ഒരു കുറ്റവിചാരണ 1 വർഷത്തിനുള്ളിൽ എന്ത് ചെയ്യണം, പൂർത്തിയാക്കണം എന്നാണ് നിയമം പറയുന്നത് കേട്ടോ. അപ്പൊ 1 വർഷത്തിനുള്ളിൽ എന്ത് ചെയ്യണം, ഇതുമായി ബന്ധപ്പെട്ട കുറ്റവിചാരണയൊക്കെ 1 വർഷത്തിനുള്ളിൽ പൂർത്തിയാക്കണമെന്ന് എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു നിയമം അനുശാസിക്കുന്നുണ്ട്. ആ ഒരു കാര്യം കൂടി അവിടെ ഓർത്ത് വെക്കുക. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ പോക്സോ നിയമപ്രകാരം ലൈംഗിക പീഡനത്തിൽ വരാത്തത് ഏത്? അതിലെ ഫസ്റ്റ് ഓപ്ഷൻ നോക്കാം. ഒരു കുട്ടി കേൾക്കണമെന്ന് ഉദ്ദേശിച്ചുകൊണ്ട് അശ്ലീല ഭാഷയിൽ സംസാരിക്കുക അല്ലെ. അപ്പം ലൈംഗിക ചുവയോട് കൂടിയിട്ടുള്ള എന്തെങ്കിലും സംസാരിച്ചു കഴിഞ്ഞാൽ അതെന്താണ്, ലൈംഗിക പീഡനത്തിന്റെ പരിധിയിൽ വരുന്നതാണ്. അപ്പൊ അത് ലൈംഗിക പീഡനമാണ്. അതുപോലെ തന്നെ അയാൾക്കോ മറ്റുള്ളവർക്കോ കാണാൻ വേണ്ടി ഒരു കുട്ടിയെ കൊണ്ട് കുട്ടിയുടെ ശരീരഭാഗം പ്രദർശിപ്പിക്കുക, ആ ഒരു കാര്യവും എന്താണ്, ലൈംഗിക പീഡനത്തിന്റെ കീഴിൽ വരുന്നതാണ്. അതുപോലെ തന്നെ അശ്ലീല വീഡിയോ ഒരു കുട്ടിക്ക് കാണിച്ചു കൊടുക്കുക അല്ലെ. ഒരു കുട്ടിക്ക് എന്ത് ചെയ്യുക, അശ്ലീലമായിട്ടുള്ള എന്തെങ്കിലും ഒരു വീഡിയോ ആ കുട്ടിക്ക് കാണിച്ചു കൊടുത്താലും അതെന്താണ്, ലൈംഗിക പീഡനമായിട്ട് വരുന്നതാണ്. അടുത്ത് നോക്കാം. ഒരു കുട്ടിയുടെ ശരീരഭാഗങ്ങളിലേക്ക് ഒരാൾ ഏതെങ്കിലും വസ്തു കടത്തിവിട്ട് ലൈംഗികമായി ഉപദ്രവിക്കുക. ഇങ്ങനെ ഒരു ഉപദ്രവിക്കുന്ന രീതിയിൽ വരുന്ന കാര്യങ്ങളൊക്കെ ആകുമ്പോൾ അവിടെ എന്താണ്, ലൈംഗിക അതിക്രമമായിട്ടാണ് വരിക അല്ലെ. ഈ ഒരു കാര്യം എന്ന് പറയുന്നത് പ്രവേശിത ലൈംഗിക അതിക്രമമാണ്. ഓർത്തു വെച്ചേക്കണം, ഏതാണ്, പ്രവേശിത ലൈംഗിക അതിക്രമമാണ്. അതിനെക്കുറിച്ച് പറയുന്ന സെക്ഷൻ ആണ് ഏത്, സെക്ഷൻ 3 എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ പ്രവേശിത ലൈംഗിക അതിക്രമത്തെ കുറിച്ച് പറയുന്ന വകുപ്പ് ഏത് എന്ന് ചോദിച്ചാൽ ഏതാണ്, സെക്ഷൻ 3 ആണ്. ഇനി ഇങ്ങനെ ഒരു പ്രവേശിത ലൈംഗിക അതിക്രമം നടത്തി കഴിഞ്ഞാൽ അയാൾക്ക് കിട്ടുന്ന ശിക്ഷയെ പറ്റി പറയുന്ന വകുപ്പ് ചോദിച്ചാൽ തൊട്ടടുത്ത സെക്ഷനായ 4 ആണ്. അപ്പൊ സെക്ഷൻ 3 എന്താ പറയുന്നത്, പ്രവേശിത ലൈംഗിക അതിക്രമം, അതിന്റെ ശിക്ഷയാണ് 4 പറയുന്നത്. ഇവിടെ എന്താണ് ശിക്ഷയായിട്ട് കൊടുക്കുക, ഓക്കെ, എന്താണ് ശിക്ഷയായിട്ട് കൊടുക്കുക, എന്താണ്, 10 വർഷം അല്ലെ. 10 വർഷത്തിൽ കുറയാത്തതും ജീവപര്യന്തം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന ഒരു കുറ്റകൃത്യമാണ് എന്താ, ഈ ഒരു പ്രവേശിത ലൈംഗിക അതിക്രമം എന്ന് പറയുന്നത്. ഓക്കെ, എന്താണ്, മിനിമം 10 വർഷം, 10 വർഷം മുതൽ ജീവപര്യന്തം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന ഒരു കുറ്റകൃത്യമാണ് ഇത്, പ്രവേശിത ലൈംഗിക അതിക്രമം എന്ന് പറയുന്നത്. എന്നാൽ അവിടെ കുട്ടി എന്ന് പറയുമ്പോൾ 16 വയസ്സിന് താഴെയാണെങ്കിൽ അല്ലെ, സാധാരണ കുട്ടി എന്ന് പറയുമ്പോൾ എത്രയാണ്, 18 വയസ്സിന് താഴെയാണ്. പക്ഷെ ഇങ്ങനെ ഒരു കുറ്റകൃത്യം ചെയ്തപ്പോൾ ആ കുട്ടിയുടെ പ്രായം എത്രയാണ്, 16 വയസ്സിലും താഴെയാണെങ്കിൽ അവിടെ ഈ പറഞ്ഞ 10 വർഷം ആയിരിക്കില്ല, 10 മാറി 20 വർഷം വരെ എന്ത്, അതായത് കുറഞ്ഞത് 20 വർഷം തടവ് ശിക്ഷ ലഭിക്കാവുന്നതാണ്. ഓക്കെ, ഈ രണ്ട് കാര്യം ഓർത്തു വെക്കണം. അതായത്
സാധാരണ ഒരു പ്രവേശിത ലൈംഗിക അതിക്രമം നടത്തി കഴിഞ്ഞാൽ പ്രതിക്ക് കിട്ടുന്നത് 10 വർഷത്തെ തടവും മിനിമം 10 വർഷത്തെ തടവും മാക്സിമം ജീവപര്യന്തം വരെയാണ്. എന്നാൽ ആ ഒരു കുട്ടി എന്ന് പറയുന്നത് 16 വയസ്സിന് താഴെയാണെങ്കിൽ അവിടെ 20 വർഷം തടവ്, മിനിമം 20 വർഷം തടവും ജീവപര്യന്തം തടവ് വരെ ലഭിക്കാവുന്ന ഒരു കുറ്റകൃത്യമാണെന്ന് ഓർത്തു വെച്ചേക്കുക. ഓക്കെ, ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. 16 വയസ്സിന് താഴെ, ഇത് നമ്മളിപ്പോൾ പറഞ്ഞ കാര്യം തന്നെയാണ്. 16 വയസ്സിൽ താഴെയുള്ള ഒരു കുട്ടിയെ പ്രവേശിത ലൈംഗിക പീഡനത്തിന് ഇരയാക്കിയാൽ ലഭിക്കാവുന്ന ശിക്ഷ എത്രയായിരുന്നു? നമ്മൾ പറഞ്ഞില്ലേ 20 വർഷമാണ്. അപ്പൊ 20 വർഷം തടവ്, 20 വർഷം മുതൽ ജീവപര്യന്തം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന വകുപ്പാണ് ഇത്. ഈ പറഞ്ഞ നമ്മുടെ സെക്ഷൻ ഏതായിരുന്നു? സെക്ഷൻ 4 അല്ലേ? അതായത് അതിന്റെ ശിക്ഷയെ പറ്റി പറയുന്നത് ഏതിലാണ്? സെക്ഷൻ 4 അപ്പൊ അവിടെ 16 വയസ്സ് താഴെ ആണെങ്കിൽ എത്രയാണ്? 20 വർഷം മുതൽ ജീവപര്യന്തം വരെയാണെന്ന് ഓർത്തു വെക്കുക. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. പോക്സോ നിയമപ്രകാരം ഒരു വ്യക്തി ഒരു കുട്ടിയെ ലൈംഗികമായി ഉപദ്രവിച്ചു എന്ന വ്യാജ പരാതി മറ്റൊരാൾ കൊടുത്തു കഴിഞ്ഞാൽ അയാൾക്ക് ലഭിക്കാവുന്ന ശിക്ഷ. വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ്. അതായത് ഈ പോക്സോ നിയമപ്രകാരം ഒരു വ്യക്തി എന്ത് ചെയ്തു? ഒരു കുട്ടീനെ ലൈംഗികമായി ഉപദ്രവിച്ചു എന്നൊരു വ്യാജ പരാതി തയ്യാറാക്കണം. ഓക്കെ, ഏതെങ്കിലും ഒരു വ്യക്തി എന്ത് ചെയ്തു? ഇങ്ങനെ ഒരു കാര്യം വെച്ചും കൊണ്ട് ഒരു വ്യാജ പരാതി കൊടുക്കണം. അത് പിന്നീട് ആ ഒരു അന്വേഷണത്തിൽ മനസ്സിലാവുകയാണ് അതൊരു വ്യാജ പരാതിയാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ആ പരാതി കൊടുത്ത ആൾക്ക് കിട്ടുന്ന ശിക്ഷ എന്ന് പറഞ്ഞാൽ 6 മാസത്തെ തടവാണ്. പഠിച്ചു വെച്ചേക്കണം. എത്രയാണ്? ഇങ്ങനെ ഒരു വ്യാജ പരാതി കൊടുത്തു കഴിഞ്ഞാൽ 6 മാസം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്നതാണ്. എന്നാൽ ഇങ്ങനെ ഒരു പരാതിയായിട്ട് ഒരു കുട്ടിയാണ് പറയുന്നതെങ്കിൽ, ഓക്കെ, കുട്ടി എന്ന് പറയുമ്പോൾ നമുക്കറിയാം 18 വയസ്സിന് താഴെയുള്ള ആളെയാണ് നമ്മൾ കുട്ടിയായിട്ട് പരിഗണിക്കുക. അപ്പൊ ആ ഒരു കുട്ടിയാണ് പറയുന്നത് ഇന്ന ആള് ഇന്നിങ്ങനെ ലൈംഗികമായിട്ട് ഉപദ്രവിച്ചു എന്ന് ആ ഒരു കുട്ടി എന്ത് ചെയ്യാണ്? ഒരു പരാതി പറയാണ്. പക്ഷേ ആ ഒരു അന്വേഷണത്തിലൂടെ മനസ്സിലാവുകയാണ് അങ്ങനെ ഒരു കാര്യം നടന്നിട്ടില്ല എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇവിടെ കുട്ടിക്ക് എന്ത് കിട്ടില്ല? പ്രത്യേകിച്ച് ശിക്ഷയൊന്നും കിട്ടില്ല. ഓക്കെ, ഒരു കുട്ടി ആയതുകൊണ്ട് തന്നെ അവിടെ ശിക്ഷയൊന്നും ലഭിക്കില്ല. വേറൊരു വ്യക്തിയാണ് ഇങ്ങനെ ഒരു പരാതി കൊടുക്കുന്നതെങ്കിൽ അയാൾക്കാണ് 6 മാസം തടവ് ശിക്ഷ ലഭിക്കുന്നത്. ഓക്കെ, ആ ഒരു കാര്യം അവിടെ ഓർത്തു വെക്കണം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. പോക്സോ നിയമപ്രകാരം കുറ്റത്തിന് ഇരയായ കുട്ടിയുടെ ഫോട്ടോ നിയമവിരുദ്ധമായി മാധ്യമപ്രവർത്തകർ പ്രദർശിപ്പിച്ചാൽ ലഭിക്കാവുന്ന ശിക്ഷ. അതായത് കുട്ടിയുടെ താല്പര്യത്തിന് വിരുദ്ധമായിട്ട് ആ കുട്ടിയുടെ പേരും ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്തു? നിയമവിരുദ്ധമായിട്ട് പ്രദർശിപ്പിച്ചു കഴിഞ്ഞാൽ അവിടെ 6 മാസം മുതൽ 1 വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്നതാണ് ഈ പറഞ്ഞ മാധ്യമ പ്രവർത്തകർക്ക്. അപ്പൊ പോക്സോ നിയമപ്രകാരം കുറ്റത്തിന് ഇരയായ കുട്ടിയുടെ ഫോട്ടോ നിയമവിരുദ്ധമായി മാധ്യമ പ്രവർത്തകർ പ്രദർശിപ്പിച്ചാലുള്ള ശിക്ഷ എത്രയാണ്? മിനിമം 6 മാസം, അതുപോലെ തന്നെ 1 വർഷം വരെ അല്ലെ? 6 മാസം മുതൽ 1 വർഷം വരെ ശിക്ഷ ലഭിക്കാവുന്ന വകുപ്പാണെന്നും കൂടി അവിടെ ഓർത്തു വെക്കുക. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. NTPS നിയമം എവിടെയാണ് ബാധകമല്ലാത്തത്? വളരെ പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്ത് വന്നൊരു ക്വസ്റ്റ്യൻ ആണ്. NTPS നിയമം അല്ലെ? എന്താണ് NTPS നിയമം എന്ന് പറഞ്ഞാൽ? NTPS എന്ന് പറഞ്ഞാൽ എന്താണ്? നർക്കോട്ടിക് ഡ്രഗ്സ് ആണ് അല്ലെ? ഡ്രഗ്സ് ആണ്. അപ്പൊ നർക്കോട്ടിക് ഡ്രഗ്സ് ആൻഡ് സൈക്കോട്രോപിക് സബ്സ്റ്റൻസ് ആക്ട് എന്നതാണ് എന്തിന്റെ ഫുള്ള്? NTPSന്റെ ഫുള്ള്. എന്താണ്? നർക്കോട്ടിക് ഡ്രഗ്സ് ആൻഡ് സൈക്കോട്രോപിക് സബ്സ്റ്റൻസ് ആക്ട് എന്നതാണ് എന്താ? NTPS എന്ന് പറയുന്നത്. നമുക്കറിയാം NTPS എന്നാ നിലവിൽ വന്നിട്ടുള്ളത് ഈ ഒരു നിയമം. NTPS നിയമം എന്നായിരുന്നു? 1985 ഏതാ ഡേറ്റ്? നമ്മളെ പോക്സോ പഠിച്ച പോലെ തന്നെ അല്ലെ? നവംബർ 14. ഓക്കെ, നവംബർ 14 വീണ്ടും ഒരു ശിശുദിനം തന്നെയാണ്. അപ്പൊ NTPSും പോക്സോയൊക്കെ വന്നത് എന്നാണ്? നവംബർ 14. വർഷം ചോദിച്ചാൽ NTPS 1985 കൂടി അവിടെ ഓർത്തു വെച്ചേക്കണം. ഇനി നമുക്ക് നോക്കാം ഈ ഒരു NTPS നിയമം എവിടെയാണ് ബാധകമല്ലാത്തത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ഫസ്റ്റ് ഓപ്ഷൻ ഇന്ത്യ മുഴുവൻ ബാധകമാണ് അല്ലെ? ഈ ഒരു നിയമം എന്താണ്? ഇന്ത്യ മുഴുവൻ, ഒരു പ്രദേശവും വിടുന്നില്ല. ഇന്ത്യ മുഴുവൻ എന്താണ്? ഈ ഒരു നിയമം ബാധകമാണ്. അതുപോലെ തന്നെ ഇന്ത്യയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള കപ്പലുകളിലെ വ്യക്തികൾക്കും ഈ ഒരു നിയമം ബാധകമായിട്ടുണ്ട്. അതായത് ഇന്ത്യയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള കപ്പലുകളാണെങ്കിലും വിമാനങ്ങളാണെങ്കിലും അതിലുള്ള വ്യക്തികൾക്കും ഈ നിയമം എന്താണ്? ബാധകമാണ്. അതുപോലെ തന്നെ ഇന്ത്യക്ക് പുറത്തുള്ള ആളുകൾക്ക് ഇവിടെ എന്തുണ്ട്? ഒരു തെറ്റുണ്ട് അല്ലെ? അതായത് ഇന്ത്യക്ക് പുറത്തുള്ള ഇന്ത്യൻ പൗരന്മാർക്കാണ് അല്ലെ? ഏത് ആളുകളും വരുന്നില്ല, ഇന്ത്യൻ പൗരന്മാരാണെന്ന് ഓർത്ത് വെച്ചേക്കണം. ഇന്ത്യൻ പൗരന്മാരാവണം. ഓക്കെ, അപ്പൊ ഇന്ത്യക്ക് പുറത്തുള്ള ഇന്ത്യൻ പൗരന്മാർക്കാണ് ബാധകം. അപ്പൊ ഇതെന്താണ്? തെറ്റായിട്ടുള്ള ഒരു ഓപ്ഷൻ ആണ്. അടുത്ത് നോക്കാം. ഇന്ത്യയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള കപ്പലുകൾ വിമാനങ്ങൾ ഇന്ത്യക്ക് പുറത്താണെങ്കിലും ബാധകമാണ്. അതായത് ഇന്ത്യയിലാണ് ആ ഒരു കപ്പൽ അല്ലെങ്കിൽ വിമാനം രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ഇനി ആ കപ്പലും വിമാനമൊക്കെ ഇന്ത്യക്ക് പുറത്താണെങ്കിലും കൂടിയിട്ട് എന്താണ്? അതിലുള്ള ആളുകൾക്കും ഈ നിയമം ബാധകമായിട്ടുണ്ടാകും. അപ്പൊ ഇതും കറക്റ്റ് ആണ്. അപ്പൊ ഇതിൽ തെറ്റേതാണ്? ഇതാണ് വരുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം.
NTPS നിയമപ്രകാരം ഒരു കുറ്റകൃത്യം ചെയ്യുന്നതിന് വീടോ പരിസരമോ മറ്റും ഒരാൾക്ക് അനുവദിച്ചാൽ ലഭിക്കാവുന്ന ശിക്ഷയെ പറ്റി പറയുന്ന വകുപ്പ് ഏതാണ്? അപ്പൊ NTPS നിയമപ്രകാരം നമ്മളിപ്പോ ഒരു കുറ്റം ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ വേറൊരാൾക്ക് ആ ഒരു കുറ്റകൃത്യം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ വീടോ അല്ലെങ്കിൽ നമ്മുടെ ഏതെങ്കിലും സ്ഥലമോ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൻ്റെ ഉള്ളിൽ ഒരു മുറിയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും നമ്മുടെ വാഹനമോ അങ്ങനെ എന്തെങ്കിലും അവർക്ക് ആ ഒരു കുറ്റകൃത്യം ചെയ്യാൻ വേണ്ടിയിട്ട് അനുവദിച്ചു കൊടുക്കാം. ഓക്കെ, ഇപ്പൊ ഒരു കഞ്ചാവ് സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു, ഒരാൾ നമ്മളോട് പറയാണ്, നിങ്ങളുടെ ആ ഒഴിഞ്ഞു കിടക്കുന്ന വീട് തരുമോ എന്ന് ചോദിച്ചിട്ട് എന്ത് ചെയ്യും, ചോദിക്കൂ. ആ സമയത്ത് നമ്മൾ പറയാം, വെറുതെ കിടക്കല്ലേ, നീ എടുത്തോ. അപ്പൊ നമുക്കറിയാം അതെന്തിനാണ്, കഞ്ചാവ് വെക്കാനാണെന്ന് നമുക്കറിയാം. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അതെന്താണ്, ശിക്ഷാർഹമാണ് അല്ലേ. അതിനെ പറ്റി പറയുന്ന വകുപ്പ് ഏതാണ്? സെക്ഷൻ 25 ആണെന്ന് ഓർത്ത് വെച്ചേക്കുക. അതായത് NTPS നിയമപ്രകാരം ഒരു കുറ്റകൃത്യം ചെയ്യുന്നതിന് വീടോ പരിസരമോ മറ്റും ഒരാൾക്ക് അനുവദിച്ചാൽ ലഭിക്കാവുന്ന ശിക്ഷയെ പറ്റി പറയുന്ന വകുപ്പാണേത്? സെക്ഷൻ 25. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. NTPS നിയമപ്രകാരം ഏതെല്ലാം വകുപ്പ് പ്രകാരം കുറ്റകൃത്യങ്ങൾ ആവർത്തിച്ചാൽ വധശിക്ഷ വരെ ലഭിക്കാവുന്നതാണ് എന്ന് പറയുന്നുണ്ട് അല്ലെ. ഏതൊക്കെയാണ് ആ വകുപ്പുകൾ? അതായത് NTPS നിയമപ്രകാരം ചില വകുപ്പുകൾ, ആ വകുപ്പുകൾ പ്രകാരം ഒരു കുറ്റകൃത്യം ചെയ്തു, ആ കുറ്റകൃത്യം ചെയ്തിട്ട് അത് വീണ്ടും എന്ത് ചെയ്തു, അതിന് ശിക്ഷിച്ചു, വീണ്ടും ആ ഒരു കുറ്റകൃത്യം ആവർത്തിച്ച് പിന്നെ ചെയ്യാണ്. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അയാൾക്ക് വധശിക്ഷ വരെ ലഭിക്കാവുന്നതാണ് എന്ന് നിയമത്തിൽ പറയുന്നുണ്ട്. അപ്പൊ ഏതൊക്കെയാണ് ആ വകുപ്പുകൾ എന്ന് ഓർത്ത് വെച്ചേക്കാം. ഇങ്ങനെ പറയുന്ന സെക്ഷൻ ഏതാ ചോദിച്ചാൽ സെക്ഷൻ 31A ഇതിനെ കുറിച്ച് പറയുന്നത്. ഇനി അവിടെ പറഞ്ഞിട്ടുള്ള വകുപ്പുകളാണ് ഏതൊക്കെയാ? 19, 24, 27. വളരെ പ്രധാനപ്പെട്ടതാണ്. സെക്ഷൻ 19, 24, 27A പഠിച്ചു വെച്ചേക്കുക. 19, 24, 27A ഈ ഒരു വകുപ്പുകൾ പ്രകാരം ആണ് ഒരാൾ ഒരു കുറ്റകൃത്യം ചെയ്തത്. അങ്ങനെ കുറ്റകൃത്യം ചെയ്തു, അയാൾ ഒരു പ്രാവശ്യം ശിക്ഷിച്ചു, അയാൾ വീണ്ടും എന്ത് ചെയ്തു, അതേ കുറ്റകൃത്യം വീണ്ടും ചെയ്തു. അങ്ങനെയാണെങ്കിൽ സാധാരണ 1.5 ഇരട്ടി, മുന്നേ കൊടുത്തതിനേക്കാളും 1.5 ഇരട്ടി ശിക്ഷ അയാൾക്ക് ലഭിക്കുകയും ചില കേസുകളിൽ വധശിക്ഷ വരെ എന്ത് ചെയ്യാറുണ്ട്, ശിക്ഷയായിട്ട് ലഭിക്കാറുണ്ട്. ആ ഒരു കാര്യത്തിനെ കുറിച്ചൊക്കെ പറയുന്ന വകുപ്പ് 31A എന്നും കൂടി അവിടെ ഓർത്തു വെച്ചേക്കണം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. NTPS 68F. ഓക്കെ, NTPS അതിനു മുമ്പ് നമുക്ക് ഈ ഒരു 19, 24, 27A എന്താണെന്നൊന്ന് ജസ്റ്റ് ഓർത്ത് വെക്കാം. സെക്ഷൻ 19 എന്തിനെ കുറിച്ചാണ് പറയുന്നത്? സെക്ഷൻ 19 അതായത് പോപ്പി കൃഷി. പോപ്പി കൃഷി എന്ന് പറയുമ്പോൾ നമ്മുടെ കറുപ്പിൽ നിന്ന് എടുക്കുന്ന ഒരു ഡ്രഗ്സ് ആണ്. അപ്പൊ ഈ പോപ്പി കൃഷി ചില ആളുകൾക്ക് എന്ത് ചെയ്തിട്ടുണ്ടാവും, ലൈസൻസ് ഉണ്ടാവും ഇത് കൃഷി ചെയ്യാനായിട്ട്. അപ്പൊ അങ്ങനെ ലൈസൻസ് ഉള്ള ഒരു വ്യക്തി അയാൾക്ക് ഇന്ന നിശ്ചിത അളവൊക്കെ കൊടുത്തിട്ടുണ്ടാവും, ആ അളവിൽ കൂടുതൽ കൃഷി ചെയ്യാൻ പാടില്ല. അയാൾ എന്ത് ചെയ്തു, ആ അളവിലും കൂടുതൽ കൃഷി ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് അങ്ങനെ ചെയ്തു കഴിഞ്ഞാലുള്ള ശിക്ഷയെ പറ്റിയിട്ടാണ് ഇതിൽ പറയുന്നത്, വകുപ്പ് 19 പറയുന്നത്. അവിടെ അയാൾക്ക് 10 മുതൽ 20 വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്നതാണ്. അതിന്റെ കൂടെ 1 ലക്ഷം മുതൽ 2 ലക്ഷം രൂപ വരെ, 1 ലക്ഷം രൂപ മുതൽ 2 ലക്ഷം രൂപ വരെ പിഴയും ഈടാക്കാവുന്നതാണ്. ഓക്കെ, അപ്പൊ സെക്ഷൻ 19 എന്തിനെ കുറിച്ചാണ്? പോപ്പി എന്ന് ആലോചിക്കുക അല്ലെ, 9 അല്ലേ, P ആയിട്ട് ഇങ്ങനെ കണക്ട് ചെയ്തുകൂടെ? അപ്പൊ ജസ്റ്റ് ഇങ്ങനെ ആലോചിക്കുക, പോപ്പി കൃഷിയുമായി ബന്ധപ്പെട്ടിട്ടാണെന്ന് ആലോചിക്കുക. അപ്പൊ 19 പറയുന്നത് ഒരു ലൈസൻസ് ഉള്ള ഒരു പോപ്പി കർഷകൻ എന്ത് ചെയ്യണം, അയാളത് അളവിലും കൂടുതൽ കൃഷി ചെയ്യുകയാണെങ്കിൽ അയാൾക്ക് 10 മുതൽ 20 വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്നതാണ്. അതിന്റെ കൂടെ 1 മുതൽ 2 ലക്ഷം രൂപ വരെ പിഴയും ഈടാക്കാവുന്നതാണ്. അതാണ് സെക്ഷൻ 19 പറയുന്നത്. ഇനി 24 ആണെങ്കിലോ, 24 എന്തിനെ കുറിച്ചാണ് പറയുന്നത്? 24 പറയുന്നത് നമ്മുടെ ഇന്ത്യക്ക് പുറത്തുള്ള ഏതെങ്കിലും ഒരു ഡ്രഗ്സ്, ഓക്കെ, നമ്മുടെ ഇന്ത്യയിലുള്ളതല്ല, ഇന്ത്യക്ക് പുറത്തുള്ള ഏതെങ്കിലും ഒരു ഡ്രഗ്സ് ഇന്ത്യക്ക് പുറത്തുള്ള ഒരു വ്യക്തിയുമായിട്ട് എന്തെങ്കിലും ഒരു വിനിമയം നടത്തുക, എന്തെങ്കിലും ഒരു കച്ചവടം നടത്തുക. അങ്ങനെ ചെയ്തു കഴിഞ്ഞാലുള്ള ശിക്ഷയെ പറ്റിയിട്ടാണ് ഇവിടെ പറയുന്നത്, സെക്ഷൻ 24 പറയുന്നത്. ഓക്കെ, അവിടെയും ശിക്ഷ എന്ന് പറഞ്ഞാൽ സെയിം ആണ്. 10 മുതൽ 20 വർഷം വരെ തടവും ഈ പറഞ്ഞ 1 ലക്ഷം മുതൽ 2 ലക്ഷം രൂപ വരെ പിഴയുമാണ് ഇവിടെയും കൊടുക്കുന്നത്. ഓക്കെ, എന്താ പറഞ്ഞത്? ഇന്ത്യക്ക് പുറത്ത് ഏതെങ്കിലും ഒരു ഡ്രഗ്സ് ഇന്ത്യക്ക് പുറത്തുള്ള ഒരു വ്യക്തിയുമായിട്ട് കച്ചവടം നടത്താൻ വിനിമയം നടത്തി കഴിഞ്ഞാൽ അതിനുള്ള ശിക്ഷയാണ് ഇതിൽ പറയുന്നത്, സെക്ഷൻ 24 പറയുന്നത്. ഇനി നമ്മൾ ലാസ്റ്റ് 27A ആണ് അല്ലേ. 27A എന്തിനെ കുറിച്ചാണ് പറയുന്നത്? എന്തിനെ കുറിച്ചിട്ടാണ്? അതായത് അനധികൃതമായിട്ട് ലഹരി കടത്തുന്നതിന് ആർക്കെങ്കിലും എന്തെങ്കിലും ധനസഹായം കൊടുക്കുക, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഒരു കുറ്റവാളിക്ക് നമ്മൾ എന്ത് ചെയ്യുക, അഭയം കൊടുക്കുക. ഓക്കെ, ഓർത്ത് വെച്ചേക്കണം. അനധികൃതമായിട്ട് ലഹരി കടത്തുന്നതിന് ആർക്കെങ്കിലും ഏതെങ്കിലും രീതിയിൽ എന്തെങ്കിലും ഒരു സാമ്പത്തിക സഹായം നമ്മൾ കൊടുക്കുക, അല്ലെങ്കിൽ അയാൾ ഇപ്പോൾ കുറ്റവാളിയായിട്ട് രക്ഷപ്പെടുന്ന സമയത്ത് അയാൾക്ക് നമ്മളൊരു അഭയം കൊടുക്കുക. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ശിക്ഷയാണ് ഇവിടെ പറയുന്നത്, സെക്ഷൻ 27A പറയുന്നത്. ഇവിടെയും ശിക്ഷ എന്ന് പറഞ്ഞാൽ സെയിം ആണ്. ഇത് മൂന്നും ഒരേ ശിക്ഷയാണ്. 10 മുതൽ 20 വർഷം വരെ തടവ്, 1 ലക്ഷം രൂപ മുതൽ 2 ലക്ഷം രൂപ വരെ പിഴ. ഓക്കെ, അതും കൂടി അവിടെ ഓർത്തു വെക്കുക. ഇനി അടുത്ത് നോക്കാം.
NTPS 68F പ്രകാരം 68F വകുപ്പ് പ്രകാരം താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായത് ഏത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ NTPS 68F അല്ലെ. അപ്പൊ 68F എന്തിനെ കുറിച്ചാണ് പറയുന്നത് എന്ന് ഓർത്തു വെക്കണം. എന്തിനെ കുറിച്ചിട്ടാണ്? അതായത് അനധികൃതമായിട്ട് എന്തെങ്കിലും ഒരു സ്വത്ത് നമ്മൾ സമ്പാദിച്ചിട്ടുണ്ടെങ്കിൽ അത് കണ്ടുകെട്ടാനുള്ള അധികാരത്തെ കുറിച്ചിട്ടാണ്. ഓക്കെ, എന്താ പറയുന്നത്? 68F എന്ന് പറഞ്ഞാൽ ഈ ഒരു നിയമത്തിന്റെ കീഴിൽ, NTPS നിയമത്തിന്റെ കീഴിൽ എന്തെങ്കിലും ഒരു അനധികൃതമായിട്ട്, അതായത് നിയമവിരുദ്ധമായിട്ടാണ് നമ്മളൊരു സ്വത്ത് സമ്പാദിച്ചിട്ടുള്ളത് എന്ന് കരുതുക. ഓക്കെ, അനധികൃതമായിട്ട് എന്തെങ്കിലും ഒരു സ്വത്ത് സമ്പാദിച്ചിട്ടുണ്ട്, അത് കണ്ടുകെട്ടാനുള്ള ആ ഒരു കാര്യത്തെ കുറിച്ചിട്ടാണ് ഇവിടെ പറയുന്നത് 68F പറയുന്നത്. ഇനി നമുക്ക് ഓരോ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് നോക്കാം. ഫസ്റ്റ് പറയുന്നുണ്ട് അനധികൃതമായ സമ്പാദിച്ച സ്വത്ത് പിടിച്ചെടുക്കൽ, അല്ലെ, പിടിച്ചെടുക്കുക, മരവിപ്പിക്കുക, അതൊക്കെയാണ് ഇതിൽ പറയുന്നത്, ഈ ഒരു 68F പറയുന്നത്. അപ്പൊ അതാണ് സെക്ഷൻ 68F പറയുന്നത്. അപ്പൊ ഇതെന്താണ്? ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. ഇനി ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പം ഇങ്ങനെയുള്ള നമ്മളിപ്പോൾ പറഞ്ഞല്ലോ, അനധികൃതമായിട്ടൊരു ആള് എന്ത് ചെയ്തിട്ടുണ്ടാവും? ഒരു സ്വത്ത് സമ്പാദിച്ചിട്ടുണ്ടാവും. അപ്പൊ അങ്ങനെയാണെങ്കിൽ അത് എന്ത് ചെയ്യാൻ പറ്റും? അത് പിടിച്ചെടുക്കാനായിട്ട് പറ്റും. ഇനി അത് പിടിച്ചെടുക്കാൻ പറ്റാത്തൊരു വസ്തുവാണെങ്കിൽ അതിലെന്ത് ചെയ്യാം? മരവിപ്പിക്കാം, അല്ലെ, അത് ഫ്രീസ് ചെയ്യാം. ഇപ്പൊ എന്തെങ്കിലും ഒരു പ്രോപ്പർട്ടി ആണെന്ന് വിചാരിക്കാം, ആ ഒരു പ്രോപ്പർട്ടി എന്ത് ചെയ്യാം? അതിന്റെ എല്ലാ ഇടപാടുകളും ഫ്രീസ് ചെയ്യാവുന്നതാണ്, അല്ലെ, ഫ്രീസ് ചെയ്യുക അഥവാ മരവിപ്പിക്കാവുന്നതാണ്. അത് നമുക്ക് വിൽക്കാനോ അല്ലെങ്കിൽ അതിൽ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാനോ ഒന്നും സാധിക്കില്ല. ഓക്കെ, അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട ഒരു ഉത്തരവ് എന്ത് ചെയ്യണം? ബന്ധപ്പെട്ട അതോറിറ്റിക്ക് 48 മണിക്കൂറിനുള്ളിൽ എന്ത് ചെയ്യണം? ബന്ധപ്പെട്ട അതോറിറ്റിക്ക് ഈ ഒരു ഉത്തരവ് നൽകിയിരിക്കണം. ഓക്കെ, ആ ഒരു കാര്യം ശ്രദ്ധിക്കണം. അതായത് ഇതുമായി ബന്ധപ്പെട്ട ഒരു ഉത്തരവ് എന്ത് ചെയ്യണം? 48 മണിക്കൂർ, ഇവിടെ 24 മണിക്കൂറാണ്, ഇത് തെറ്റാണ്. എത്ര മണിക്കൂറാണ് വരേണ്ടത്? 48 മണിക്കൂറിനുള്ളിൽ ഇതുമായി ബന്ധപ്പെട്ട ഈ ഒരു ഉത്തരവിന്റെ കോപ്പി ആർക്ക് കൊടുക്കണം? ബന്ധപ്പെട്ട അതോറിറ്റിക്ക് കൊടുക്കണം. ആ ബന്ധപ്പെട്ട അതോറിറ്റി എന്ത് ചെയ്യണം? 30 ദിവസത്തിനകം അത് അംഗീകരിക്കണം. ഓക്കെ, ആ ഒരു കാര്യം, ആ ഉത്തരവ് എന്ത് ചെയ്യണം? 30 ദിവസത്തിനകം അംഗീകരിക്കണം. അങ്ങനെ അംഗീകരിച്ചിട്ടില്ലെങ്കിൽ ആ ഒരു ഉത്തരവിന് എന്തുണ്ടാവില്ല? വിലയുണ്ടാവില്ല. അപ്പൊ ഇത് കറക്റ്റ് ആയിട്ടുള്ളതാണ്. ഇതെന്താണ്? തെറ്റാണ്, അല്ലെ. ഇവിടെ പറയുന്നുണ്ട് 48 മണിക്കൂറാന്ന് പറയുന്നുണ്ട്, 24 അല്ല, 48 മണിക്കൂറാണ്. അപ്പൊ ഇവിടെ ആൻസർ എന്ന് പറയുമ്പോൾ എയും സിയുമാണ് ശരിയായിട്ടുള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്തത് BNS ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ആണ്. ക്വസ്റ്റ്യൻ നോക്കാം. BNS ബില്ല് അമിത് ഷാ ലോകസഭയിൽ അവതരിപ്പിച്ചതെന്ന്. ഓക്കെ, എന്നാണ് അമിത് ഷാ BNS ബില്ല് ലോകസഭയിൽ അവതരിപ്പിച്ചത്? എന്നായിരുന്നു? 2023 ഓഗസ്റ്റ് 11-നാണ്, അല്ലെ. 2023 ഓഗസ്റ്റ് 11-നാണ് BNS ബില്ല് ആര്? അമിത് ഷാ ലോകസഭയിൽ അവതരിപ്പിക്കുന്നത്. അങ്ങനെ ലോകസഭ പാസ്സാക്കുന്നത് എന്നാണ്? ലോകസഭ പാസ്സാക്കുന്നത് 2023 ഡിസംബർ 20-ന് എന്ത് ചെയ്യുന്നു? ലോകസഭ അത് പാസ്സാക്കുന്നുണ്ട്. തൊട്ടടുത്ത ദിനമായ ഡിസംബർ 21-ന് രാജ്യസഭ, അല്ലെ, ലോകസഭ കഴിഞ്ഞു, അത് കഴിഞ്ഞിട്ട് എങ്ങോട്ടേക്ക് പോകുന്നു? ബില്ല് രാജ്യസഭയിലോട്ട് പോകുന്നു. രാജ്യസഭ 21-ന് അത് പാസ്സാക്കുന്നു. അങ്ങനെ ലോകസഭയും രാജ്യസഭയും കഴിഞ്ഞ് ബില്ല് നേരെ എങ്ങോട്ടേക്ക് പോകുന്നു? രാഷ്ട്രപതിയുടെ അടുത്തേക്ക് പോകുന്നു. അങ്ങനെ രാഷ്ട്രപതി എന്ത് ചെയ്യുന്നു? ഡിസംബർ 25-ന് അതിൽ ഒപ്പുവെക്കുകയും ചെയ്യുന്നു. അതായത് ആ ഒരു നിയമത്തിന് അംഗീകാരം കിട്ടുന്നു. അങ്ങനെ ലാസ്റ്റ് 2024 ജൂലൈ 1-ന് എന്ത് ചെയ്യുന്നു? ഈ ഒരു BNS നിയമം നിലവിൽ വരികയാണ് ചെയ്യുന്നത്, പ്രാബല്യത്തിൽ വരുന്നു. അപ്പൊ ഈ കാര്യമൊക്കെ ഒന്ന് ഓർത്തു വെക്കാം. BNS ബില്ല് അമിത് ഷാ ലോകസഭയിൽ അവതരിപ്പിക്കുന്നത് 2023 ഓഗസ്റ്റ് 11-നാണ്. ലോകസഭ അത് പാസ്സാക്കുന്നത് ഡിസംബർ 20, രാജ്യസഭ ഡിസംബർ 21, രാഷ്ട്രപതി ഒപ്പുവെക്കുന്നത് ഡിസംബർ 25. ഇത് ഒരുപോലെ അങ്ങ് പഠിച്ചു വെക്കാം. അങ്ങനെ ഈ ഒരു ബില്ല് നിയമമാകുന്നത് എന്നാണ്? 2024 ജൂലൈ 1-നാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. BNS നിയമത്തില് കുട്ടിയെ കുറിച്ച് നിർവചിച്ചിരിക്കുന്ന വകുപ്പ് ഏത്? ഇപ്പൊ BNS നിയമത്തില് നമുക്കറിയാം നിർവചനങ്ങൾ, അതായത് ഡെഫിനിഷനുകളെ കുറിച്ചൊക്കെ പറയുന്ന സെക്ഷൻ ആണ് ഏത്? സെക്ഷൻ 2. ആ സെക്ഷൻ 2-ലെ സബ്സെക്ഷനുകളാണ് ഓരോ കാര്യങ്ങൾ അവിടെ പറയുന്നത്. അപ്പൊ സെക്ഷൻ 2-ലാണ് ഡെഫിനിഷനുകളെ കുറിച്ച് അഥവാ നിർവചനങ്ങളെ കുറിച്ച് പറയുന്നത്. ഇനി കുട്ടിയെ കുറിച്ച് പറയുന്നത് ഏതിലാണ്? സെക്ഷൻ 2-ൽ 3-ആണ്. ഓക്കെ, അപ്പൊ കുട്ടികൾ എണ്ണുന്നത് അങ്ങനെയാണ്, അല്ലെ, 2, 3, 4 എന്ന് പറഞ്ഞിട്ട് എണ്ണും. അപ്പൊ സെക്ഷൻ 2-ൽ 3-ആണ് എന്തിനെ കുറിച്ച് പറയുന്നത്? കുട്ടി, അല്ലെ, കുട്ടി ആര് എന്നതിനെ കുറിച്ച് പറയുന്നത്. ഓക്കെ, കുട്ടി എന്ന് പറയുമ്പോൾ ആരാണ്? 18 വയസ്സിന് താഴെയുള്ള ഏതെങ്കിലും ആളെയാണ് എന്തായിട്ട് അർത്ഥമാക്കുന്നത്? കുട്ടിയായിട്ട് പരിഗണിക്കുന്നത്. അപ്പൊ സെക്ഷൻ 2-ൽ 3-ആണ് എന്ത്? കുട്ടിയെ കുറിച്ച് പറയുന്നത്. അവിടെ നമ്മൾ ഓർത്തിരിക്കേണ്ട മറ്റ് 2-3 കാര്യങ്ങളുണ്ട്. നിർവചനങ്ങൾ തന്നെയാണ്. സെക്ഷൻ 2-ൽ 8-ലാണ് എന്തിനെ കുറിച്ച് പറയുന്നത്? ഡോക്യുമെന്റ് അഥവാ രേഖയെ കുറിച്ച് പറയുന്നത്, അല്ലെ. 8 ഡോക്യുമെന്റ് ഓർത്തു വെച്ചേക്കണം. സെക്ഷൻ 2-ൽ 8-ലാണ് ഡോക്യുമെന്റിനെ കുറിച്ച് പറയുന്നത്. അതുപോലെ തന്നെ സെക്ഷൻ 2-ൽ 14-ആണ് ഇഞ്ചുറി അഥവാ ക്ഷതിയെ കുറിച്ച് പറയുന്നത്. ക്ഷതി എന്ന് പറഞ്ഞാൽ എന്താ? ഇഞ്ചുറി ആണ്.
അതായത് ഇഞ്ചുറി എന്ന് പറയുമ്പോൾ നമ്മുടെ ശരീരത്തിന് ഏൽക്കുന്ന മുറിവ് മാത്രമല്ല, മനസ്സിന് ഏൽക്കുന്ന എന്ത് മുറിവുണ്ടെങ്കിലും അതൊക്കെ എന്താണ്, ക്ഷതി അഥവാ ഇഞ്ചുറിയിൽ ഉൾപ്പെടുന്നതാണ്. അതിനെക്കുറിച്ച് പറയുന്ന സെക്ഷനാണ് ഏത്, സെക്ഷൻ 2-14 എന്ന് പറയുന്നത്. അതുപോലെ തന്നെ സെക്ഷൻ 2-13 ആണെങ്കിൽ ഹാർബർ അഥവാ സ്വാശ്രയത്തെ കുറിച്ചിട്ടാണ് പറയുന്നത്. അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ടതാണ് സെക്ഷൻ 2-28. സെക്ഷൻ 2-28 എന്ന് പറഞ്ഞാൽ എന്താ, സെക്ഷൻ 2-28 എന്ന് പറഞ്ഞാൽ എന്തിനെ കുറിച്ചാണ്, പബ്ലിക് സർവന്റ് വേണമെങ്കിൽ ചോദിക്കാം. BNS-ലെ ഏത് വകുപ്പിലാണ് പബ്ലിക് സർവന്റിനെ കുറിച്ചിട്ട് നിർവചിച്ചിട്ടുള്ളത് എന്ന് ചോദിച്ചാൽ ഏതാണ്, സെക്ഷൻ 2-28 ആണ്. അപ്പൊ ഇത്രയും കാര്യം ഓർത്ത് വെച്ചേക്കാം. സെക്ഷൻ 2-3 കുട്ടിയെ കുറിച്ചിട്ട് ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ 2-8 ആണെങ്കിൽ എന്താ, രേഖയെ കുറിച്ച് പറയുന്നു. 2-14 ആണെങ്കിൽ എന്താണ്, 2-14 ക്ഷതി അഥവാ ഇഞ്ചുറിയെ കുറിച്ചിട്ടും 2-13 എന്താണ്, ഹാർബർ അഥവാ സാംശ്രയത്തെ കുറിച്ചിട്ടാണ് പറയുന്നത്. അതുപോലെ തന്നെ 2-28 ആണെങ്കിൽ എന്താ, പബ്ലിക് സർവന്റ് ആരാണ് എന്നതൊക്കെ എവിടെ പറയുന്നു, ഈ ഒരു സെക്ഷൻ 2-28 പറയുന്നു. പബ്ലിക് സർവന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗവൺമെന്റ് അല്ലെങ്കിൽ ഗവൺമെന്റിനെ സഹായിക്കുന്ന അല്ലെങ്കിൽ ഗവൺമെന്റ് ഉദ്യോഗസ്ഥരായിട്ടുള്ള അങ്ങനെ ഗവൺമെന്റുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഏതൊരു വ്യക്തിയും എന്താണ്, ഈ ഒരു പബ്ലിക് സർവന്റ് ആയിട്ട് വരുന്നതായിരിക്കും. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. BNS-ലെ ഏത് അധ്യായത്തിലാണ് ശിക്ഷകളെ കുറിച്ച് പറയുന്നത്? ഏത് അധ്യായത്തിലാണ് ശിക്ഷകളെ കുറിച്ച് പറയുന്നത്? അധ്യായം അല്ലെ, ചാപ്റ്റർ ഏതാണ്, ചാപ്റ്റർ 2 ആണ് അല്ലെ, ചാപ്റ്റർ 2-ലാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ ചാപ്റ്റർ 2-ലാണ് എന്തിനെ കുറിച്ച് പറയുന്നത്, ശിക്ഷകളെ കുറിച്ച് പറയുന്നത് അല്ലെ, ശിക്ഷകളെ കുറിച്ച് പറയുന്നത് ചാപ്റ്റർ 2-ലാണ്. അതുപോലെ തന്നെ സെക്ഷൻ ചോദിച്ചാൽ സെക്ഷൻ 4 ആണ്. ഓക്കെ, ചാപ്റ്റർ 2 സെക്ഷൻ ഏതാണ് ചോദിച്ചാൽ സെക്ഷൻ 4-ലാണ് എന്തിനെ കുറിച്ച് പറയുന്നത്, ശിക്ഷ അല്ലെ. അതായത് BNS-ൽ എന്തൊക്കെ ശിക്ഷകൾ വരുന്നുണ്ട്, ആ ശിക്ഷകളൊക്കെ ഏതിലാ പറയുന്നത്, സെക്ഷൻ 4-ല്. അധ്യായം ചോദിച്ചാൽ അധ്യായം 2-ലാണ് വരുന്നത്. ഇനി ഇവിടെ ഓർത്തിരിക്കേണ്ടത് എന്തൊക്കെയാണ് ശിക്ഷകളായിട്ട് വരുന്നത്, അതിവിടെ താഴെ കൊടുത്തൊരു ക്വസ്റ്റ്യൻ ആണ്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ BNS പ്രകാരം ശിക്ഷയായി പരിഗണിക്കുന്നത് ഏതെല്ലാം, വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. നമുക്ക് എന്തൊക്കെയാണ് ശിക്ഷയായിട്ട് കിട്ടുക, മരണം അല്ലെ, മരണശിക്ഷ അഥവാ വധശിക്ഷയായിട്ട് കിട്ടാറുണ്ട്. അതുപോലെ തന്നെ തടവ് എന്ന് പറയുമ്പോൾ അവിടെ സാധാരണ തടവ് ഉണ്ടാവാറുണ്ട്, അതിന്റെ കൂടെ തന്നെ കഠിന തടവും കൊടുക്കാറുണ്ട് അല്ലെ, കഠിനമായിട്ടുള്ള ജോലിയൊക്കെ ചെയ്യിപ്പിച്ചുകൊണ്ട് അവിടെ കഠിന തടവ് കൊടുക്കാറുണ്ട്. അതുപോലെ തന്നെ ഒരു ശിക്ഷയാണ് വസ്തു കണ്ടുകെട്ടൽ അല്ലെ, വസ്തു കണ്ടുകെട്ടുക എന്നൊക്കെ പറയുന്നത് എന്താണ്, ഒരു തരം ശിക്ഷയാണ്. അതുപോലെ തന്നെ പിഴ അല്ലെ, പിഴയും എന്ത് ചെയ്യാറുണ്ട്, ശിക്ഷയായിട്ട് ഈടാക്കാറുണ്ട്. അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ടതാണ് സാമൂഹ്യ സേവനവും ചില കേസുകളിൽ അല്ലെ, ചില കാര്യങ്ങളിൽ കുറ്റകൃത്യത്തിന് ശിക്ഷയായിട്ട് കൊടുക്കാറുണ്ട്. അത്ര വലിയ കുറ്റകൃത്യം അല്ലാത്തതിനൊക്കെ എന്ത് ചെയ്യാറുണ്ട്, സാമൂഹ്യ സേവനം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരാഴ്ചയൊക്കെ എന്ത് ചെയ്യാറുണ്ട്, അവരെ സാമൂഹ്യ സേവനത്തിന് വിടാറുണ്ട്. അപ്പൊ അതും എന്താണ്, ഒരു ശിക്ഷയാണ്. അപ്പൊ ഈ മുകളിൽ പറഞ്ഞവയെല്ലാം അല്ലെ, ABCD എല്ലാതും എന്താണ്, ശിക്ഷയായിട്ട് വരുന്നതാണ്. ആ ഒരു കാര്യം അവിടെ ഓർത്തു വെക്കുക. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഒരാളെ 6 മാസത്തിന് കഠിന തടവിന് ശിക്ഷിക്കപ്പെടുന്നു. ഇതിൽ എത്ര മാസം അയാൾക്ക് ഏകാന്ത തടവ് അനുഭവിക്കേണ്ടി വരും? നമുക്കറിയില്ലേ, ഏകാന്ത തടവിനെ കുറിച്ച് പറയുന്ന വകുപ്പ് എന്ന് ചോദിച്ചാൽ സെക്ഷൻ 11 ആണ് അല്ലെ. ഒറ്റയ്ക്ക് നിൽക്കാന്ന് ആലോചിച്ചാൽ മതി. ഏകാന്ത തടവിനെ കുറിച്ച് പറയുന്ന വകുപ്പ് ഏതാണ്, സെക്ഷൻ 11 ആണ്. ഇനി സാധാരണ ഒരു ഏകാന്ത തടവിന്റെ കാലാവധി എന്ന് പറയുമ്പോൾ എത്രയാണ്, 3 മാസമാണ് പറയുന്നത്. 3 മന്ത് ആണ്. എന്നാൽ ഇത് എന്ത് ചെയ്യാൻ പാടില്ല, ഒരിക്കൽ 14 ദിവസത്തിൽ കൂടാനും പാടില്ല അല്ലെ. ഒറ്റ ടൈമിലായിട്ട് 14 ദിവസം, അതായത് അടുപ്പിച്ചിട്ട്, അതായത് ഒരു ഇടവേളകൾ വേണം. അവിടെ 14 ദിവസത്തിൽ എന്ത് ചെയ്യാൻ പാടില്ല, കൂടാന് പാടില്ല. 14 ദിവസത്തിൽ കൂടാൻ പാടില്ല. അങ്ങനെ എത്രയാണ്, 3 മാസമാണ് ഈ ഒരു ഏകാന്ത തടവിന്റെ കാലാവധി എന്ന് പറയുന്നത്. ഇനി ഒരാൾക്ക് ഇപ്പൊ ശിക്ഷ കൊടുക്കുന്ന സമയത്ത് അയാൾക്ക് അവിടെ കഠിന തടവ് ഉണ്ടാവും. ഇപ്പം 6 മാസം 1 വർഷമൊക്കെ ഉണ്ടാവും കഠിന തടവ്. അതിൽ ഈ പറഞ്ഞ 3 മാസമൊക്കെ ആയിരിക്കും എന്ത് കൊടുക്കാറ്, ഏകാന്ത തടവ് കൊടുക്കുന്നത്. ഇപ്പൊ അയാൾക്ക് ഇവിടെ കൊടുത്തിരിക്കുന്നത് എത്രയാണ്, 6 മാസമാണ് അല്ലെ. 6 മാസത്തിനാണ് അയാളെ ശിക്ഷിക്കപ്പെട്ടിട്ടുള്ളതെന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ അവിടെ ഏകാന്ത തടവ് എത്രയേ കൊടുക്കാൻ പാടുള്ളൂ, 1 മാസം മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ. ഓക്കെ, അതായത് അയാളെ മൊത്തത്തിൽ 6 മാസത്തേക്കാണ് ശിക്ഷിക്കപ്പെട്ടിട്ടുള്ളത്. അതായത് 6 മാസത്തെ കഠിന തടവിനാണ് ശിക്ഷിക്കപ്പെട്ടിട്ടുള്ളത്. ആ 6 മാസത്തിൽ 1 മാസം എന്തായിരിക്കണം, അയാൾക്ക് ഏകാന്ത തടവായിരിക്കണം. ഇനി 6 മാസം മുതൽ 1 വർഷ കാലയളവിലാണ് അയാൾക്ക് ഒരു ശിക്ഷ കിട്ടിയിട്ടുള്ളത് എന്ന് കരുതുക. അപ്പം 2 വർഷമായിരിക്കും, അല്ല 2 വർഷമല്ല 2 മാസമായിരിക്കും അയാൾക്ക് ഏകാന്ത തടവ് കിട്ടുക. ഇനി 1 വർഷത്തിൽ കൂടുതലാണ് അയാൾക്ക് കഠിന തടവ് കിട്ടിയിട്ടുള്ളതെങ്കിൽ അവിടെയാണ് ഈ പറഞ്ഞ 3 മാസം എന്ത് കിട്ടുന്നത്, ഏകാന്ത തടവ് കിട്ടുന്നത്. ആ ഒരു കാര്യം അവിടെ ഓർത്ത് വെക്കാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ, സാമാന്യമായ അപവാദങ്ങളെ കുറിച്ചിട്ട് പറയുന്ന BNS-ലെ വകുപ്പല്ല, അധ്യായമാണ് അല്ലെ, ചാപ്റ്റർ ആണ്. ഇങ്ങനെ കേൾക്കുമ്പോൾ നമുക്ക് ആകെ കൺഫ്യൂഷൻ ആവും. എന്താണ് സാമാന്യമായ അപവാദങ്ങൾ,
ഇംഗ്ലീഷിൽ പറയുകയാണെങ്കിൽ വളരെ സിമ്പിൾ ആണ്. ജനറൽ എക്സംഷൻ അല്ലെ, എക്സംപ്റ്റ് ചെയ്യുന്ന കുറച്ച് കേസുകൾ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ജനറൽ എക്സംഷൻ ആണ് ഏതിൽ വരുന്നത്? സാമാന്യമായ അപവാദങ്ങളെ കുറിച്ച് പറയുന്നതിൽ വരുന്നത് അല്ലെ, എക്സംഷൻ. ജനറൽ എക്സംഷൻ ഏതിലാണ് പറയുന്നത്? സെക്ഷൻ അല്ല, അധ്യായം 3 അല്ലെ, അധ്യായം 3 സാമാന്യമായ അപവാദങ്ങളെ കുറിച്ച് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. നിയമാനുസൃതമായ ഒരു കൃത്യം ചെയ്യവേ യാദൃശ്ചികമായി ഒരു കുറ്റകൃത്യം നടന്നാൽ അത് കുറ്റകരമാകുന്നതാണോ അല്ലയോ? ഓക്കെ, എന്താ പറഞ്ഞിട്ടുള്ളത്? നിയമാനുസൃതമായിട്ടല്ലേ, അതായത് നിയമത്തിന്റെ എല്ലാ വഴികളും നോക്കിയിട്ട്, അതായത് നിയമം എല്ലാം പാലിച്ചുകൊണ്ട് ഒരു കാര്യം ചെയ്യാണ്. ആ കാര്യം ചെയ്യവേ യാദൃശ്ചികമായിട്ട് എന്ത് ചെയ്തു? ഒരു കുറ്റകൃത്യം അവിടെ സംഭവിച്ചു. ഒട്ടും മനഃപൂർവ്വമല്ല, യാദൃശ്ചികമായിട്ടാണ് അത് സംഭവിച്ചത്. അതെന്തേ ഇല്ല? അതൊരു കുറ്റകരമായിട്ട് എടുക്കില്ല. ഓക്കെ, അതെന്തേ ഇല്ല? കുറ്റകരമായിട്ട് എടുക്കില്ല. ഇപ്പൊ നമ്മളവിടെ പറഞ്ഞൊരു എക്സാമ്പിൾ ആയിട്ടല്ലേ, ഒരാള് കോടാലി കൊണ്ട് മരം മുറിക്കാന്ന് വിചാരിക്കാം. അയാൾ അവിടെ എന്ത് ചെയ്യാണ്? നല്ല കോടാലിയാണ്, ഒരു കുഴപ്പമില്ലാത്ത കോടാലിയാണ്, അയാൾ എന്ത് ചെയ്യുന്നു? മരം മുറിക്കാണ്. പക്ഷെ യാദൃശ്ചികമായിട്ട് എന്ത് പറ്റി? പെട്ടെന്നായിരുന്നു ആ ഒരു കോടാലിന്റെ ഇത് പൊട്ടിയിട്ട് അതിൻ്റെ ഇത് എന്ത് ചെയ്തു? തെറിച്ചുപോയി. ആ തെറിച്ചുപോയി തൊട്ടടുത്ത് നിൽക്കുന്ന ആളെ കഴുത്തിന് തട്ടുകയും അയാൾ ആ ഒരു തൽക്ഷണം അവിടെ മരണപ്പെടുകയാണ് ചെയ്തത്. അതെന്തെല്ലാം ഒരു കുറ്റകരമായിട്ട് കണക്കാക്കാൻ പറ്റില്ല അല്ലേ? അതെന്താണ് അവിടെ? അയാൾ നിയമാനുസൃതമായിട്ട് കറക്റ്റ് ആയിട്ടുള്ള കാര്യം ചെയ്യാണ്. പക്ഷെ അവിടെ യാദൃശ്ചികമായിട്ടൊരു കാര്യം നടന്നു, അതൊരു കുറ്റകൃത്യമായി മാറി. അതിൽ അയാൾ എന്തല്ല? കുറ്റക്കാരനല്ല. ആ ഒരു കാര്യം അവിടെ ഓർത്തു വെക്കുക. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവന വായിച്ച് ശരിയായത് തെരഞ്ഞെടുക്കുക. 7 വയസ്സിന് താഴെ പ്രായമുള്ള ഒരു കുട്ടി ചെയ്യുന്നതൊന്നും കുറ്റകരമല്ല. ശരിയായിട്ടുള്ള ഒരു കാര്യമാണ് അല്ലെ. അതായത് 7 വയസ്സിന് ഒരു കുട്ടി, അതായത് ഒരു കുട്ടി, ആ കുട്ടിയുടെ പ്രായം എന്ന് പറയുന്നത് 7 വയസ്സിന് അല്ലെ, ഓർത്തിരിക്കണം, 7 വയസ്സിന് താഴെയാണെന്ന് കരുതുക. അങ്ങനെ ഒരു പ്രായത്തിൽ ആ കുട്ടി എന്തെങ്കിലും ഒരു കുറ്റകൃത്യം ചെയ്തിട്ടുണ്ടെങ്കിൽ അതെന്തായിട്ട് എടുക്കില്ല? കുറ്റകരമായിട്ട് എടുക്കില്ല അല്ലെ. ആ കുട്ടിക്ക് അത്ര ബോധം വെക്കേണ്ട പ്രായമായിട്ടില്ല, ചിലപ്പോൾ അറിയാതെ ചെയ്തതായിരിക്കും. പക്ഷെ അതിലൂടെ ഒരു കുറ്റകൃത്യം നടന്നു എന്ന് കരുതി അത് എന്തായിട്ട് എടുക്കില്ല? കുറ്റകരമായിട്ട് എടുക്കില്ല. അപ്പൊ അത് ശരിയായിട്ടുള്ളൊരു പ്രസ്താവനയാണ്. ഇനി 7 വയസ്സിനും 12 വയസ്സിനും ഇടയിൽ പ്രായമുള്ള ഒരു കുട്ടി ചെയ്യുന്ന കുറ്റകൃത്യം, ആ കുട്ടിക്ക് അതിനെക്കുറിച്ച് ശരിയായ ധാരണ ഉണ്ടെങ്കിലും അത് കുറ്റകരമായി എടുക്കില്ല എന്ന് പറഞ്ഞത് തെറ്റായിട്ടുള്ളൊരു കാര്യമാണ്. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് 7 വയസ്സിന് താഴെയല്ല, 7 വയസ്സിനും 12 വയസ്സിനും ഇടയിലുള്ളൊരു കുട്ടിയാണെന്ന് വിചാരിക്കുക. ആ കുട്ടി ഒരു കൃത്യം ചെയ്തു. പക്ഷെ ആ കുട്ടിക്ക് ആ ഒരു കാര്യത്തെ കുറിച്ചിട്ട് നല്ല ബോധമുണ്ട്. ഓക്കെ, അതായത് ഒരു കുട്ടി എന്ത് ചെയ്തു? വേറൊരു കുട്ടിയെ കൊല്ലണം എന്ന് ഉദ്ദേശിച്ചുകൊണ്ട് എന്ത് ചെയ്യാണ്? അതിനെ കൊല്ലാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ അന്വേഷിച്ചിട്ട് ചെയ്യാണ്. എന്തെങ്കിലും ഒരു വിഷമോ അങ്ങനെ എന്തെങ്കിലും കണ്ടെത്തി എന്ന് വിചാരിക്കുക. അങ്ങനെ ആ കുട്ടി എന്ത് ചെയ്യുന്ന മറ്റേ കുട്ടി കുടിക്കുന്ന വെള്ളത്തിൽ അത് മനഃപൂർവ്വം കലക്കുകയും ആ കുട്ടീനെ കൊല്ലണമെന്ന് ഉദ്ദേശിച്ചുകൊണ്ട് എന്ത് ചെയ്യണം? ആ കുട്ടിക്ക് കൊടുക്കുകയാണ്. അതുപോലെ തന്നെ ആ കുട്ടിക്ക് അറിയാം, ഇങ്ങനെ കൊന്നു കഴിഞ്ഞാൽ എനിക്ക് ശിക്ഷ കിട്ടും, പോലീസിനെ കൊണ്ടുപോകും, തടവിലിടും, അങ്ങനത്തെ കാര്യമൊക്കെ ഈ കുട്ടിക്ക് അറിയാമെങ്കിൽ അവിടെ എന്താണ്? ആ കുട്ടി കുറ്റകരമായിട്ടുള്ള ഒരു പ്രവൃത്തിയാണ് ചെയ്തിട്ടുള്ളത്. അപ്പൊ അവിടെ കുട്ടിക്ക് എന്ത് കിട്ടും? ശിക്ഷ കിട്ടുന്നതാണ്. എന്നാൽ ഈ 7 വയസ്സിനും 12 വയസ്സിനും ഇടയിലുള്ള കുട്ടി ഒരു കാര്യം ഇതുപോലെ തന്നെ ഒരു കുറ്റകൃത്യം ചെയ്യാണ്. പക്ഷെ ആ കുട്ടിക്ക് ഇങ്ങനെ ഒരു കാര്യം, ഇതൊരു കുറ്റകൃത്യമാണെന്നോ അല്ലെങ്കിൽ ഈ കുറ്റകൃത്യത്തിന്റെ ഒരു ഇന്റൻസിറ്റി ഒന്നും അറിയില്ല എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ അവിടെ എന്തില്ല? ആ കുട്ടിക്ക് ശിക്ഷ കിട്ടില്ല. അല്ലെങ്കിൽ ആ കുട്ടിക്ക് എന്താണ്? ഈ ഒരു അത് ചെയ്ത ഒരു കുറ്റകൃത്യമായിട്ട് അത് പരിഗണിക്കാൻ പറ്റില്ല. അപ്പൊ അത് ഓർത്തു വെക്കണം. ഈ ഒരു ഓപ്ഷൻ തെറ്റായിട്ടുള്ളതാണ്. ഇനി അടുത്തത്, ചിത്തഭ്രമമുള്ള ഒരാളുടെ കുറ്റകൃത്യം കുറ്റകരമായിട്ട് കണക്കാക്കില്ല. അതും ശരിയായിട്ടുള്ളൊരു പ്രസ്താവനയാണ് അല്ലെ. ഇപ്പം മാനസിക വൈകല്യം ഉള്ളൊരു ഒരാളാണ് ഒരു കുറ്റകൃത്യം ചെയ്യുന്നതെങ്കിൽ അതെന്തായിട്ട് എടുക്കില്ല? കുറ്റകൃത്യമായിട്ട് എടുക്കില്ല. ഓക്കെ, അപ്പൊ ചിത്തഭ്രമമുള്ള ഒരാളുടെ കുറ്റകൃത്യം എന്തല്ല? കുറ്റകരമായിട്ട് പരിഗണിക്കില്ല. അതിനെക്കുറിച്ച് പറയുന്ന വകുപ്പ് ഏതായിരുന്നു? സെക്ഷൻ 22 കേട്ടോ. സെക്ഷൻ 22 ചിത്തഭ്രമമുള്ള ഒരാളുടെ കുറ്റകൃത്യം കുറ്റകരമായിട്ട് പരിഗണിക്കില്ല എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ ശരിയായിട്ടുള്ളത് എയും സിയുമാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. BNS-ലെ ഏത് ചാപ്റ്ററിലാണ് സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരായ കുറ്റകൃത്യത്തെ കുറിച്ച് പറയുന്നത്? ഓക്കെ, ഏതിലാണ്? BNS-ലെ ഏത് ചാപ്റ്ററിനെ കുറിച്ചിട്ടാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ഏത് ചാപ്റ്ററിലാണ് പറയുന്നത്? ചാപ്റ്റർ 5 അല്ലെ. ചാപ്റ്റർ അഥവാ അധ്യായം 5 എന്തിനെ കുറിച്ച് പറയുന്നത്? സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരായ കുറ്റകൃത്യങ്ങളെ കുറിച്ച് പറയുന്നത്. ഓക്കെ, ഇനി അടുത്തൊരു സെക്ഷൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. BNS-ലെ ഏത് വകുപ്പിലാണ് ബലാത്സംഗത്തെ കുറിച്ച് പറയുന്നത്? ഓക്കെ, ബലാത്സംഗം ഒക്കെ ഏതിലാണ് വരുന്നത്? ഈ ചാപ്റ്റർ 5 വരുന്നത് അല്ലെ. ബലാത്സംഗം, അതായത് സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരായിട്ടുള്ള കുറ്റകൃത്യത്തിന്റെ കീഴിലാണ് ഏത് വരുന്നത്? ബലാത്സംഗം ഒക്കെ വരുന്നത്. അപ്പൊ BNS-ലെ ഏത് വകുപ്പിലാണ് ബലാത്സംഗത്തെ കുറിച്ച് പറയുന്നത്? ഏതാണ്? സെക്ഷൻ 63. വളരെ പ്രധാനപ്പെട്ടതാണ്. സെക്ഷൻ 6(3) ഓർത്ത് വെച്ചേക്കണം. 6(3) അല്ലെ. 63 എന്തിനെ കുറിച്ച് പറയുന്നത്? ബലാത്സംഗത്തെ കുറിച്ച് പറയുന്നത്. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം.
16 വയസ്സിന് താഴെയുള്ള ഒരു സ്ത്രീയെ ബലാത്സംഗം ചെയ്യുന്ന ഏതൊരാൾക്കും ലഭിക്കാവുന്ന ശിക്ഷ എന്താണ്? എന്താ പറഞ്ഞിട്ടുള്ളത്? 16 വയസ്സിന് താഴെയുള്ള ഒരു സ്ത്രീയെ ബലാത്സംഗം ചെയ്തു കഴിഞ്ഞാൽ അവിടെ എന്താണ് ശിക്ഷ എന്ന് പറയുന്നത്? അവിടെ എത്രയാണ് ശിക്ഷ? 20 വർഷം അല്ലേ? 20 വർഷത്തില് കുറയാത്തതും ജീവപര്യന്തം വരെ ശിക്ഷ ലഭിക്കാവുന്നതുമാണ്. അപ്പൊ മിനിമം 20 വർഷമാണ്, മാക്സിമം ജീവപര്യന്തം വരെ ലഭിക്കാവുന്നതാണ്. ഓക്കെ, അപ്പൊ അതും കൂടി ഓർത്ത് വെച്ചേക്കണം. ബലാത്സംഗം ചെയ്തു കഴിഞ്ഞാൽ, അതായത് 16 വയസ്സിന് താഴെയാണെങ്കിൽ 20 വർഷം മുതൽ ജീവപര്യന്തം വരെയാണ്. സാധാരണ ഒരു സ്ത്രീയെ ബലാത്സംഗം ചെയ്തു കഴിഞ്ഞാൽ 10 വർഷം ടു ജീവപര്യന്തമാണ് പറയാറുള്ളത്. പക്ഷെ അത് 16 വയസ്സിന് താഴെയുള്ള ഒരു സ്ത്രീയാണെങ്കിൽ 20 വർഷം മുതൽ ജീവപര്യന്തം വരെ ആയിരിക്കും ശിക്ഷയായിട്ട് കിട്ടുക. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്തതും വളരെ പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. നമ്മുടെ BNS-ലെ ഏത് വകുപ്പിലാണ് സ്ത്രീധന മരണത്തെ കുറിച്ച് പറയുന്നത്? ഓക്കെ, ഇപ്പൊ സ്ത്രീധന മരണം ചോദിക്കാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. സ്ത്രീധന മരണം. ഓക്കെ, ഇപ്പൊ ഒരുപാട് ന്യൂസ് നമുക്ക് സ്ത്രീധന മരണവുമായി ബന്ധപ്പെട്ട് വരുന്നുണ്ട് അല്ലേ? അപ്പൊ അതുമായി ബന്ധപ്പെട്ടൊക്കെ വേണമെങ്കിൽ ചോദിക്കാം. അപ്പൊ ഏത് വകുപ്പിലാണ് സ്ത്രീധന മരണത്തെ കുറിച്ച് പറയുന്നത്? ഓർത്ത് വെച്ചേക്ക, സെക്ഷൻ 80. അപ്പൊ സെക്ഷൻ 80-ലാണ് എന്തിനെ കുറിച്ച് പറയുന്നത്? സ്ത്രീധന മരണത്തെ കുറിച്ച് പറയുന്നത്. ഓക്കെ, ഇപ്പൊ സ്ത്രീധന മരണത്തെ കുറിച്ച് പറയുന്ന വകുപ്പ് ഏതാണ്? സെക്ഷൻ 80. ഇനി ഇവിടെ ഓർത്തിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്, അതൊക്കെ വേണമെങ്കിൽ ചോദിക്കാം. ഒരു സ്ത്രീ അല്ലെ, ഒരു സ്ത്രീ ഇങ്ങനെ ഒരു സ്ത്രീധന മരണമാണ് ആ സ്ത്രീക്ക് സംഭവിച്ചിട്ടുള്ളത് എന്ന് എങ്ങനെയാ മനസ്സിലാക്കുക? അതായത് ആ ഒരു സ്ത്രീയുടെ കല്യാണം കഴിഞ്ഞ് 7 വർഷം, ഓർത്തിരിക്കണം, 7 വർഷം. ഓക്കെ, ഒരു സ്ത്രീ അതിന്റെ കല്യാണമൊക്കെ കഴിഞ്ഞ് 7 വർഷത്തിനുള്ളിൽ ആ ഒരു സ്ത്രീ എന്തെങ്കിലും ഒരു അസ്വാഭാവികമായിട്ടുള്ള ഒരു മരണം ആ സ്ത്രീക്ക് സംഭവിക്കാം അല്ലെ? പൊള്ളലേറ്റിട്ടോ അല്ലെങ്കിൽ വിഷം കഴിച്ചിട്ടോ, വിഷം ഉള്ളിൽ ചെന്നിട്ടോ, അങ്ങനെ അല്ലെങ്കിൽ തൂങ്ങി മരിച്ചിട്ടോ, അങ്ങനെ എന്തെങ്കിലും ഒരു അസ്വാഭാവികമായിട്ടുള്ള ഒരു മരണം സംഭവിക്കുകയും ഈ ഒരു 7 വർഷത്തിനുള്ളിൽ സ്ത്രീധനവുമായി ബന്ധപ്പെട്ടിട്ട് എന്തെങ്കിലും ഒരു ഇഷ്യൂ നടന്നിട്ടുണ്ടെങ്കിൽ, അതായത് എന്തെങ്കിലും സ്ത്രീധനവുമായി ബന്ധപ്പെട്ടിട്ട് എന്തെങ്കിലും ഒരു പ്രശ്നം അവിടെ നടന്നിട്ടുണ്ടെങ്കിൽ അതെന്തായിട്ട് കണക്കാക്കും? സ്ത്രീധന മരണമായിട്ട് കണക്കാക്കും. ഓക്കെ, ഇനി ഇങ്ങനെ ഒരു സ്ത്രീധന മരണവുമായി ബന്ധപ്പെട്ട് അവിടെ ശിക്ഷയായിട്ട് ലഭിക്കുന്നത് എന്താണ്? അവിടെ എന്താണ് ശിക്ഷ വരുന്നത്? 7 വർഷം. ഇവിടെയും നമുക്ക് ഒരേപോലെ തന്നെയാണ്. ഈ 7 വർഷം ഇവിടെ ഓർത്ത് വെക്കുക, ഇവിടെ ഓർത്ത് വെക്കുക. ഇപ്പൊ സ്ത്രീധന മരണവുമായി ബന്ധപ്പെട്ട് അതിലെ പ്രതികൾക്ക് കിട്ടുന്ന ശിക്ഷ എന്താണ്? 7 വർഷത്തെ തടവും അതുപോലെ തന്നെ ജീവപര്യന്തം വരെ ലഭിക്കാവുന്ന തടവാണ് സ്ത്രീധന മരണം സംഭവിച്ചാൽ അതുമായി ബന്ധപ്പെട്ട കുറ്റവാളികൾക്ക് കിട്ടുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. കുട്ടിയെ വേശ്യാവൃത്തിക്ക് വേണ്ടി വിലയ്ക്ക് വാങ്ങിയാൽ ലഭിക്കുന്ന ശിക്ഷ എന്ത്? എന്താ ക്വസ്റ്റ്യന്? കുട്ടിയെ വേശ്യാവൃത്തിക്ക് വേണ്ടിയിട്ട് വിലയ്ക്ക് വാങ്ങിയാൽ ലഭിക്കുന്ന ശിക്ഷയെ പറ്റിയിട്ടാണ് പറയുന്നത്. അപ്പൊ നമുക്കറിയാം, ഈ ഒരു കുട്ടീനെ വേശ്യാവൃത്തിക്ക് വേണ്ടിയിട്ട് വിൽക്കുന്നതും അങ്ങനെയുള്ള കുട്ടീനെ വാങ്ങുന്നതും എന്താണ്? കുറ്റകരമായിട്ടുള്ള കാര്യമാണ്. അതായത് വേശ്യാവൃത്തിക്കൊക്കെ വേണ്ടിയിട്ട് ഒരു കുട്ടീനെ ആരെങ്കിലും വിൽക്കുക, അങ്ങനെ ചെയ്യുന്നത് എന്താണ്? കുറ്റകരമായിട്ടുള്ളതാണ്. അങ്ങനെ വാങ്ങുന്നതും എന്താണ്? കുറ്റകരമായിട്ടുള്ളതാണ്. അങ്ങനെ വാങ്ങിക്കഴിഞ്ഞാൽ 7 മുതൽ 14 വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്നതാണ്. ഓക്കെ, 7 വർഷം മുതൽ 14 വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന ഒരു കുറ്റമാണ് എന്താ? ഒരു കുട്ടീനെ വേശ്യാവൃത്തിക്ക് വേണ്ടിയിട്ട് വിലയ്ക്ക് വാങ്ങുന്നത്. ആ ഒരു കാര്യം അവിടെ ഓർത്ത് വെക്കണം. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. അടുത്തത് സംഘടിത കുറ്റകൃത്യത്തെ കുറിച്ചിട്ടാണ് പറയുന്നത്. അപ്പൊ സംഘടിത കുറ്റകൃത്യത്തെ കുറിച്ച് പറയുന്ന BNS-ലെ വകുപ്പ് ഏതാണ്? ഏത് വകുപ്പിലാണ് സംഘടിത കുറ്റകൃത്യത്തെ കുറിച്ച് പറയുന്നത്? ഈ കിടക്കുന്നതാണ്. അതായത് 111 എങ്ങനെ ഓരോരുത്തരും അങ്ങനെ സംഘം ചേർന്ന് നിൽക്കാന്ന് ആലോചിച്ചാൽ മതി. 111-ലാണ് സംഘടിത കുറ്റകൃത്യം അല്ലെ? അതായത് ഒരു ഗ്യാങ് ആയിട്ട് എന്തെങ്കിലും ഒരു കുറ്റകൃത്യം ചെയ്യുക അല്ലെ? ബാങ്ക് റോബറി, ബാങ്ക് കൊള്ളയടിക്കുന്നതൊക്കെ എന്താണ്? ഒരു സംഘടിത കുറ്റകൃത്യമാണ്. അപ്പൊ ഈ ഒരു സംഘടിത കുറ്റകൃത്യത്തെ കുറിച്ച് പറയുന്ന വകുപ്പ് ഏത് എന്ന് ചോദിച്ചാൽ ഏതാണ്? സെക്ഷൻ 111 ആണ്. ഓക്കെ, ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ തെറ്റായത് ഏത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അതായത് കുറച്ച് വകുപ്പുകളും തന്നിട്ടുണ്ട്, അതുമായി ബന്ധപ്പെട്ടതാണോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ നമുക്ക് നോക്കാം. ആൾമോഷണം അല്ലെ? ആൾമോഷണത്തെ കുറിച്ച് പറയുന്ന വകുപ്പ് ഏതാണ്? ആൾമോഷണം അഥവാ കിഡ്നാപ്പിംഗ് അല്ലെ? ആൾമോഷണം എന്ന് പറയുന്നത് എന്താണ്? കിഡ്നാപ്പിംഗ് ആണ്. അപ്പൊ കിഡ്നാപ്പിങ്ങിനെ കുറിച്ച് പറയുന്ന സെക്ഷനാണ് 137 എന്ന് പറയുന്നത്. ആൾമോഷണം അഥവാ കിഡ്നാപ്പിങ്ങിനെ കുറിച്ച് പറയുന്ന വകുപ്പ് ഏതാണ്? 137 ആണ്. ഇനി ആളപഹരണത്തെ കുറിച്ച് പറയുന്ന വകുപ്പ് ഏതാണ്? ആളപഹരണത്തെ കുറിച്ച് പറയുന്ന വകുപ്പ് അത് 138 ആണ്. ഓക്കെ, 138-ലാണ് ആളപഹരണത്തെ കുറിച്ച് പറയുന്നത്. അതുപോലെ തന്നെ ആൾ വാണിഭമാണെങ്കിലോ അത് 143 ആണ് കേട്ടോ, 143 ആണ്. അപ്പൊ ഇതാണ് തെറ്റായിട്ടുള്ളത്. ഓക്കെ, ഇതിൽ കറക്റ്റ് ആൻസർ കൊടുത്തിട്ടില്ല. അപ്പൊ ഇതാണ് എന്ത്? തെറ്റായിട്ടുള്ളത്. ആൾവാണിഭം ആണെങ്കിൽ 143 ആണ്. അതാണ് ഓർത്ത് വെക്കേണ്ടത്. ആൾവാണിഭം 143 ആണ്.
ആൾമോഷണമാണെങ്കിൽ 137. അപ്പൊ ആദ്യം ആൾമോഷണം, പിന്നെ ആളപഹരണം, അത് കഴിഞ്ഞിട്ടാണ് ആൾവാണിഭം. അപ്പൊ 137, 38, പിന്നെ 43 വരുന്നത്. ഓക്കെ, ആ ഒരു കാര്യം അവിടെ ഓർത്ത് വെക്കാം. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ തെറ്റായ പ്രസ്താവന ഏത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. എന്താണ് ക്വസ്റ്റ്യൻ? ഒരു പബ്ലിക് സർവന്റ് ആയിട്ട് ആൾമാറാട്ടം നടത്തിയാൽ വകുപ്പ് 204 പ്രകാരം ശിക്ഷ ലഭിക്കാവുന്നതാണ്. ഓക്കെ, എന്താ പറഞ്ഞിട്ടുള്ളത്? ഒരു പബ്ലിക് സർവന്റ് ആയിട്ട് ആൾമോഷണം നടത്തുക, ആൾമോഷണമല്ല ആൾമാറാട്ടം നടത്തുക അല്ലെ. അങ്ങനെ ആൾമാറാട്ടം നടത്തി കഴിഞ്ഞാൽ അവിടെ എന്താണ്, ഏത് വകുപ്പ് പ്രകാരമാണ് ശിക്ഷ ലഭിക്കുന്നത്? 204 പ്രകാരമാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഇത് ശരിയായിട്ടുള്ള ഒരു പ്രസ്താവനയാണ്. അപ്പൊ 204 പ്രകാരമാണ് ഒരു പബ്ലിക് സർവന്റ് എന്ത് ചെയ്യുക അല്ലെ, അയാൾ ഒരു പബ്ലിക് സർവന്റ് ആണെന്ന് മറ്റുള്ളവരെ ബോധിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു ആൾമാറാട്ടം നടത്തുക, ആ ഒരു രീതിയിൽ അയാൾ അഭിനയിക്കുക. പക്ഷെ അയാൾ എന്തല്ല, ശരിക്കും പബ്ലിക് സർവന്റ് അല്ല. അങ്ങനെ ഒരു ആൾമാറാട്ടം നടത്തുക, അത് ഏത് പ്രകാരം കുറ്റകരമാണ്? 204 പ്രകാരം കുറ്റകരമായിട്ടുള്ളതാണ്. അതുപോലെ തന്നെ ഒരു പബ്ലിക് സർവന്റ് ആൾമാറാട്ടം നടത്തിയാൽ 1 വർഷ കാലയളവിലേക്ക് ശിക്ഷ ലഭിക്കാവുന്നതാണ്. അത് തെറ്റായിട്ടുള്ളതാണ് അല്ലെ. എത്രയാണ്? 1 വർഷമല്ല വരുന്നത്, 6 മാസമാണ് വരുന്നത്. ഒരു പബ്ലിക് സർവന്റ് ആൾമാറാട്ടം നടത്തി കഴിഞ്ഞാൽ 6 മാസത്തിൽ കുറയാത്തതും 3 വർഷത്തോളം. ഓക്കെ, ഒരു കാര്യം കൂടി അവിടെ ശ്രദ്ധിക്കണം. കറക്റ്റ് പറയുകയാണെങ്കിൽ 6 മാസം മുതൽ 3 വർഷം അല്ലെ, 6 മാസം മുതൽ 3 വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്നതാണ്. ഇവിടെ പറഞ്ഞത് എന്താണ്? 1 വർഷ കാലയളവില്ലേ. അപ്പൊ ഇതും ഒരു കണക്കിന് നോക്കുകയാണെങ്കിൽ കറക്റ്റ് ആണ്. 6 മുതൽ 3 വർഷം വരെ അല്ലേ പറയുന്നത്, 6 മാസം മുതൽ 3 വർഷം വരെയാണ്. അപ്പൊ ഇതും ശരിയാവാനുള്ള ഒരു ചാൻസ് ഉണ്ട്. അടുത്ത് നോക്കാം. ഒരു പബ്ലിക് സർവന്റ് നിയമവിരുദ്ധമായിട്ട് വസ്തു വിലയ്ക്ക് വാങ്ങുകയോ ലേലം വിളിക്കുകയോ ചെയ്യുന്നത് കുറ്റകരമാണോ? ഒരു പബ്ലിക് സർവന്റ് നിയമവിരുദ്ധമായിട്ട് വസ്തു വിലയ്ക്ക് വാങ്ങുകയും ലേലം വിളിക്കുകയോ ഒന്നും ചെയ്യാൻ പാടില്ല. അയാൾ ഒരു പബ്ലിക് സർവന്റ് ആയിരിക്കെ അയാൾ എന്ത് ചെയ്യാൻ പാടില്ല? നിയമവിരുദ്ധമായിട്ട് ഒരു വസ്തു വിലയ്ക്ക് വാങ്ങുകയോ അതിൽ ലേലം വിളിക്കുകയോ അങ്ങനെയുള്ള ഒരു കാര്യം ചെയ്യാൻ പാടില്ല. അത് കുറ്റകരമായിട്ടുള്ളതാണ്. അപ്പൊ പറയുകയാണെങ്കിൽ എല്ലാതും എന്താണ് ശരിയായിട്ടുള്ള കാര്യമാണ്. അപ്പൊ ഇവിടെ ഒരു കൺഫ്യൂഷൻ വരാൻ കാരണം, ഒരു പബ്ലിക് സർവന്റ് ആൾമാറാട്ടം നടത്തി കഴിഞ്ഞാൽ സാധാരണ ശിക്ഷ എന്ന് പറയുമ്പോൾ മിനിമം 6 മാസമാണ്. 6 മാസത്തിൽ കുറയാത്തതും 3 വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്നതാണ്. അപ്പൊ 1 വർഷം എന്ന് പറയുമ്പോൾ അതിന്റെ ഉള്ളിൽ ഉൾപ്പെടുന്നതല്ലേ. അപ്പൊ അതും ശരിയായിട്ട് വരാവുന്നതാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അപ്പൊ ഇവിടെ എല്ലാം ശരിയാണ്, കറക്റ്റ് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ. ഏതെങ്കിലും ആളുടെ കൈവശത്ത് നിന്ന് ആ ആളുടെ സമ്മതം കൂടാതെ എന്തെങ്കിലും ജംഗമ വസ്തു നേരുകേടായി എടുക്കണമെന്നുള്ള ഉദ്ദേശത്തോടു കൂടി എടുക്കുവാൻ ശ്രമിക്കുന്നതിനെ എന്താണ് പറയുന്നത് എന്നാണ് ചോദിച്ചിട്ടുള്ളത് അല്ലെ. വായിക്കുമ്പോൾ കൺഫ്യൂഷൻ ആവും. എന്താ പറഞ്ഞിട്ടുള്ളത്? ഏതെങ്കിലും ആളുടെ കൈവശത്ത് നിന്ന് അയാളുടെ സമ്മതമൊന്നും കൂടാതെ എന്തെങ്കിലും ഒരു ജംഗമ വസ്തു നേരുകേടായിട്ട് എടുക്കണമെന്നുള്ള ഉദ്ദേശത്തോടു കൂടിയിട്ട് അത് എടുക്കുവാൻ ശ്രമിക്കുക. അതിനെയാണ് എന്ത് പറയാ? മോഷണം എന്ന് പറയും. ഓക്കെ, എന്താ പറയുന്നത്? മോഷണം എന്ന് പറയും. ഓക്കെ, പിടിച്ചുപറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? പിടിച്ചുപറി മോഷണത്തെ കുറിച്ച് പറയുന്ന വകുപ്പ് ഏതാണ്? മോഷണത്തെ കുറിച്ച് പറയുന്നത് 303 ആണ് കേട്ടോ. ഒന്ന് ഓർത്ത് വെച്ചേക്കണം. മോഷണം 303 പറയുന്നത്. അതുപോലെ തന്നെ പിടിച്ചുപറിയാണെങ്കിലോ, മോഷണം 303 പറയുന്നു, പിടിച്ചുപറിയാണെങ്കിൽ 304. ഓക്കെ, അപ്പൊ ആദ്യം മോഷണമാണ്, പിന്നെയാണ് പിടിച്ചുപറി. അപ്പൊ വകുപ്പ് 303 മോഷണം, പിടിച്ചുപറിയാണെങ്കിൽ 304. അതുപോലെ തന്നെ കവർച്ചയാണെങ്കിലോ അത് 309 പറയുന്നത് കേട്ടോ. 309 കവർച്ചയെ പറ്റി പറയുന്നത്. 308 ആണെങ്കിൽ ഭയപ്പെടുത്തിയിട്ടുള്ള അപഹരണമാണ്. അപ്പോൾ നോക്കുക, പിടിച്ചുപറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അതായത് ഒരാളെ ബലപ്രയോഗത്തിലൂടെയോ അല്ലെങ്കിൽ അത് എന്ത് ചെയ്യാം, തട്ടിയെടുക്കുന്നതിലൂടെ ആ ഒരു കാര്യം കൈവശപ്പെടുത്തുക. അതാണ് പിടിച്ചുപറി അല്ലേ. പിടിച്ചുപറിക്കലാണ്. അയാളുടെ അത് എടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കല അല്ലേ. അവിടെ എന്ത് ചെയ്യണം? അയാളെ ബലപ്രയോഗത്തിലൂടെ ആ ഒരു കാര്യം പിടിച്ചുപറിക്കാൻ നോക്കണം അല്ലേ. മാലൊക്കെ പൊട്ടിച്ചുകൊണ്ട് പോകുന്നത്, അതൊക്കെ പിടിച്ചുപറിയുടെ ഭാഗമായിട്ട് വരുന്നതാണ്. ഓക്കെ, അതുപോലെ തന്നെ കവർച്ച അല്ലെ. കവർച്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അവിടെ ഒരു മോഷണമാണ് നടക്കുന്നത്, പക്ഷെ അവിടെ മറ്റുള്ളവരെ അപായപ്പെടുത്തിയിട്ട് അല്ലെ. അപായപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ ആളുകളെ ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു അപകടം ഉണ്ടാക്കിക്കൊണ്ട് എന്ത് ചെയ്യുക, അവിടെ കവർച്ച നടത്തുക, മോഷണം നടത്തുക. അതാണ് കവർച്ച എന്ന് പറയുന്നത്. ഭയപ്പെടുത്തിയിട്ടുള്ള അപഹരണം എന്ന് പറഞ്ഞാൽ എന്താ അല്ലെ? ഒരു കത്തി കാണിച്ച് ഒരാളെ എന്ത് ചെയ്യുക, ഭീഷണിപ്പെടുത്തുക. എന്നിട്ട് അയാളുടെ സ്വത്തുവകൾ അല്ലെങ്കിൽ അയാളുടെ ശരീരത്തിലുള്ള മാലയോ വളയോ എന്തെങ്കിലും ആയിക്കോട്ടെ അത് കൂരിത്തരാൻ പറയല്ലേ. അവിടെ എന്താണ്? ഭയപ്പെടുത്തി കൊണ്ട് ആ ഒരു കാര്യം അപഹരിക്കലാണ്. അപ്പൊ അതാണ് സെക്ഷൻ 308 പറയുന്നത്. പിടിച്ചുപറിയാണെങ്കിൽ 304, മോഷണമാണെങ്കിൽ 303, കവർച്ചയാണെങ്കിൽ ഏതാണ്? സെക്ഷൻ 309. ഇനി അടുത്ത് നോക്കാം. കൂട്ടായ കവർച്ച നടക്കവേ അതിൽ ഒരാൾ കവർച്ച നടത്തിയ വീട്ടിലെ ഗൃഹസ്ഥനെ കൊല്ലുന്നു.
ഓക്കെ, ഒരു സ്റ്റേറ്റ്മെന്റ് ആയിട്ട് കിടക്കുകയാണ്. ഒരു കൂട്ടായ കവർച്ചയാണ് നടക്കുന്നത്. ആ കവർച്ച നടക്കുന്ന സമയത്ത് അതിലൊരാൾ, ഇപ്പൊ 5 ആൾക്കാരുണ്ടായിരുന്നു വിചാരിക്കുക. ആദ്യത്തെ ഒരാൾ എന്ത് ചെയ്തു, ആ ഒരു ഗൃഹസ്ഥൻ അല്ലെ, ആ വീട്ടിന്റെ ഓണർ എന്ത് ചെയ്തു, എന്തോ ഒരു വാക്കുതർക്കമല്ല, ആ ഒരു കവർച്ച കണ്ടതിന്റെ പേരിൽ അയാളെ കൊല്ലുകയാണ്. പക്ഷെ മറ്റുള്ളവരൊന്നും കൊന്നിട്ടില്ല. ഇയാൾ ഒരാൾ മാത്രം എന്ത് ചെയ്യാണ്, അയാളെ കൊല്ലുകയാണ്. മറ്റുള്ളവരൊന്നും ഇതിലേക്ക് ഇടപെട്ടിട്ടില്ല. എന്നിരുന്നാല് ഇവിടെ കൊലപാതകം നടത്തിയ ആളെ മാത്രം ശിക്ഷിക്കുന്നു. ഇത് ശരിയായിട്ടുള്ളൊരു കാര്യമാണോ? ഇത് തെറ്റായിട്ടുള്ളൊരു കാര്യമാണ് അല്ലേ? ഇവിടെ 5 പേര് ചേർന്നിട്ടാണ് അവിടെ ഒരു കൂട്ടായ കവർച്ച നടത്തുന്നത്. അവിടെ ഓരോരുത്തരും എന്താണ്, ഓരോരുത്തരും അവർ ചെയ്യുന്ന കാര്യങ്ങൾക്ക് ബാധ്യസ്ഥരാണ്. ഇപ്പൊ അവിടെ ഒരാൾ കൊന്നു കഴിഞ്ഞാലും അവിടെ ബാക്കിയുള്ള ആൾക്കാർക്കും എന്താണ്, അതിൽ ഉത്തരവാദിത്വം ഉണ്ടായിരിക്കും. അപ്പൊ ഇവിടെ അയാളെ മാത്രമല്ല ശിക്ഷിക്കുക, എല്ലാവരെയും ഒരുപോലെ ശിക്ഷിക്കുന്നതാണ്. അതുപോലെ തന്നെ കവർച്ച നടത്തിയ എല്ലാവരും ഈ കൊലപാതകത്തിൽ ഉത്തരവാദികളായിരിക്കും. ശരിയായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. അതുപോലെ തന്നെ മരണശിക്ഷ വരെ ലഭിക്കാവുന്നതാണ്. അതും ശരിയായിട്ടുള്ളതാണ്. അപ്പൊ ഇങ്ങനൊരു കുറ്റകൃത്യം നടന്നു കഴിഞ്ഞാൽ അവിടെ മരണശിക്ഷ വരെ ലഭിക്കാവുന്ന കാര്യമാണ്. അപ്പൊ ഇവിടെ ബിയും സിയും ആണ് ശരിയായിട്ടുള്ളത്. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവന ഏത്? എന്താ പറയുന്നത്? കളവ് മുതലുമായി ബന്ധപ്പെട്ട് BNS-ലെ വകുപ്പാണ് 317. ഓക്കെ, കളവ് മുതൽ അല്ലെ, അതായത് നമ്മൾ മോഷ്ടിച്ചോ അല്ലെങ്കിൽ ആളെ അപായപ്പെടുത്തിയിട്ടോ അല്ലെങ്കിൽ ആളപഹരണം വഴി എന്തെങ്കിലും സാധനം നേടിയിട്ടോ അല്ലെങ്കിൽ പിടിച്ചു പറയിലൂടെയോ അല്ലെങ്കിൽ വേറെ രീതിയിൽ കവർച്ചയിലൂടെയൊക്കെ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം നേടിയിട്ടുണ്ടാവും. അതൊക്കെ എന്താണ്? കളവ് മുതലുകളാണ് അല്ലെ, കളവ് മുതലാണ്. അതിനെക്കുറിച്ച് പറയുന്ന വകുപ്പാണ് ഏത്? സെക്ഷൻ 317 എന്ന് പറയുന്നത്. അപ്പം BNS-ലെ ഏത് വകുപ്പിലാണ് പറയുന്നത്? വകുപ്പ് 317 എന്തിനെ കുറിച്ച് പറയുന്നത്? കളവ് മുതലിനെ കുറിച്ച് പറയുന്നത്. അതുപോലെ തന്നെ ഒരു കളവ് മുതലാണെന്ന് അറിഞ്ഞുകൊണ്ടും കളവ് മുതൽ സ്വീകരിക്കുന്നത് കുറ്റകരമാണ്. ഇത് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ഇപ്പൊ നമ്മളിപ്പോ കുറ്റം ചെയ്തിട്ടില്ല, പക്ഷെ നമ്മളൊരു സാധനം, ഇപ്പം ഒരു TV വാങ്ങി. ആ TV വാങ്ങിയത് വേറൊരു കുറ്റവാളിയുടെ കയ്യിൽ നിന്നാണ്. നമുക്കറിയാം അത് അയാൾ മോഷ്ടിച്ചുകൊണ്ട് വന്നിട്ടുള്ളതാണ് എന്ന് നമുക്കറിയാം. അങ്ങനെയാണെങ്കിൽ അതെന്താണ്? കുറ്റകരമായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പൊ കളവ് മുതലാണെന്ന് അറിഞ്ഞും കൊണ്ട് ആ ഒരു കളവ് മുതൽ സ്വീകരിച്ചാൽ അതെന്താണ്? കുറ്റകരമായിട്ടുള്ളതാണ് എന്നോർത്ത് വെക്കുക. അടുത്ത നോക്കാം. അറിഞ്ഞുകൊണ്ട് ഒരു കളവ് മുതൽ സ്വീകരിച്ചാൽ 3 വർഷക്കാല തടവ് ശിക്ഷ ലഭിക്കാവുന്നതാണ്. എന്താ പറഞ്ഞിട്ടുള്ളത്? അറിഞ്ഞും കൊണ്ട് ഒരു കളവ് മുതൽ സ്വീകരിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്ന 3 വർഷക്കാല അളവിലേക്ക് ഒരു തടവ് ശിക്ഷ ലഭിക്കാവുന്നതാണ് എന്ന് പറയുന്നുണ്ട് അല്ലെ. അതും എന്താണ്? ശരിയായിട്ടുള്ള ഒരു കാര്യമാണ്. നമുക്ക് ഏതെങ്കിലും രീതിയിൽ ആ ഒരു കാര്യം, അതായത് നമ്മൾ എടുത്തിട്ടുള്ള ഒരു കാര്യം അതൊരു കളവ് മുതലാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അവിടെ എന്താണ്, അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ എന്താണ്? അത് കുറ്റകരമായിട്ടുള്ളൊരു കാര്യമാണ് അല്ലെ. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ 3 വർഷ കാലയളവിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം? ഒരു തടവ് ശിക്ഷ ലഭിക്കാവുന്നതാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. കുറ്റകരമായ വസ്തു കയ്യേറ്റമാണ് കേട്ടോ. കുറ്റകരമായ വസ്തു കയ്യേറ്റം നടത്തുന്ന ഏതൊരാൾക്കും ലഭിക്കാവുന്ന ശിക്ഷയെ പറ്റിയിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ കുറ്റകരമായിട്ടുള്ള വസ്തു കയ്യേറ്റത്തെ കുറിച്ച് പറയുന്ന വകുപ്പ് ഏതാണ്? കുറ്റകരമായ വസ്തു കയ്യേറ്റം ഏതാണ്? സെക്ഷൻ 329 ആണ് അല്ലെ. കുറ്റകരമായിട്ടൊരു വസ്തു കയ്യേറുക. ഇപ്പൊ ഒരാളുടെ വസ്തു എന്ത് ചെയ്യാ? നമ്മളത് കയ്യേറുക അല്ലെ. അയാളുടെ അനുമതി ഇല്ലാതെ അയാളുടെ വസ്തു നമ്മൾ ഉപയോഗിക്കുക. അതാണ് ഏതിൽ പറയുന്നത്? സെക്ഷൻ 329 പറയുന്നത്. അങ്ങനെ ഒരു കുറ്റകരമായ വസ്തുവാണ് കയ്യേറുന്നതെങ്കിൽ നമുക്ക് കിട്ടുന്ന ശിക്ഷ എന്ന് പറയുന്നത് എന്താണ്? എന്താണ് ശിക്ഷയായിട്ട് വരുന്നത്? 1 വർഷം അല്ലെ. 1 വർഷമല്ല 3 മാസം, 3 മാസ കാലയളവിലേക്ക് തടവ് ശിക്ഷ ലഭിക്കാവുന്നതാണ്. ഇനി അവിടെ നമുക്ക് വസ്തുവല്ല, ഒരു ഭവനം വീടാണ് നമ്മൾ കയ്യേറുന്നത് എന്ന് കരുതുക. ഒരാളുടെ വീട് നമ്മൾ അയാളുടെ അനുമതി ഇല്ലാതെ ആ വീട്ടിൽ കയറി അങ്ങ് താമസം തുടങ്ങുകയാണ്. അവിടെ എന്താണ്? അവിടെ ഭവന കയ്യേറ്റം നടത്തുകയാണ്. അപ്പൊ അവിടെ ഭവന കയ്യേറ്റം നടത്തുന്ന സമയത്ത് നമുക്ക് 1 വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്നതാണ്. വസ്തു കയ്യേറ്റമാണെങ്കിൽ, വസ്തു എന്ന് പറയുമ്പോൾ അയാളുടെ കാറോ അയാളുടെ വേറെ എന്തെങ്കിലും സാധനങ്ങളോ ഒക്കെ നമ്മൾ കയ്യേറുകയാണെന്ന് വിചാരിക്കുക. അവിടെ എന്താണ്? 3 മാസത്തെ തടവായിരിക്കും. ഭവനം വീടാണെങ്കിൽ 1 വർഷത്തെ തടവായിരിക്കും. ഓക്കെ, അപ്പൊ അത് ഓർത്ത് വെച്ചേക്കുക. സെക്ഷൻ 329 എന്തിനെ കുറിച്ച് പറയുന്നത്? കുറ്റകരമായ വസ്തു കയ്യേറ്റം അതുപോലെ തന്നെ ഭവന കയ്യേറ്റത്തെ കുറിച്ചിട്ടൊക്കെ പറയുന്നത്. ഓക്കെ,